നമ്മുടെ ഇലക്ട്രിക് കറണ്ട് ആൻഡ് ഇറ്റ്സ് എഫക്ട്സ് എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സോട് കൂടി അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മാഗ്നറ്റിക് എഫക്റ്റും ഇലക്ട്രിക് കറണ്ടും ഒക്കെ പഠിച്ചിട്ട് ആ ചാപ്റ്റർ അവസാനിപ്പിച്ചു. ഈ കുറച്ച് ക്വസ്റ്റ്യൻസ് 2-3 ക്വസ്റ്റ്യൻസ് നമ്മൾ പറഞ്ഞുള്ളൂ. ഞാൻ ഇനി നോട്ട് ഇടുമ്പോൾ മൊത്തം ക്വസ്റ്റ്യൻസും കൂടിയിട്ട് ഇടാം. ഓക്കെ, ഇനി ഫോഴ്സ് ആൻഡ് പ്രഷർ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് നമ്മൾ അടുത്തതായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോണത്. ഫോഴ്സ് ആൻഡ് പ്രഷർ, ഇത് നിങ്ങൾ പഠിച്ച ചാപ്റ്റർ ആണോ? സ്കൂളിൽ പഠിച്ചിട്ടുണ്ടോ ഈ ചാപ്റ്റർ? ആൻ വന്നിട്ടുണ്ട്. ഓക്കെ, ഫോഴ്സ് ആൻഡ് പ്രഷർ എന്ന് പറയുന്ന ഈ ചാപ്റ്റർ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടോ? ഇപ്പൊ നിങ്ങൾ 8ാം ക്ലാസ്സിലല്ലേ പഠിക്കുന്നത്, അപ്പോ ഇപ്പോ പഠിച്ചു തുടങ്ങാറായിട്ടില്ല എന്ന് തോന്നുന്നു. കാരണം ഇത് 8ാമത്തെയോ 9ാമത്തെയോ ചാപ്റ്റർ ആയിട്ട് വരണതാണ്. ചിലപ്പോൾ ചിലർ പഠിച്ചിട്ടുണ്ടാവും, ചിലർക്ക് ചിലപ്പോൾ ഇത് ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത്. അപ്പോൾ ഈ ഫോഴ്സ് ആൻഡ് പ്രഷർ 2 വേർഡുകളുണ്ട്. ബലം, ഫോഴ്സ് എന്ന് പറയുമ്പോൾ ബലം, പ്രഷർ എന്ന് പറയണതോ മർദ്ദം അല്ലേ? ബലവും മർദ്ദവുമാണ് നമ്മളിപ്പോ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോണത്. ഫോഴ്സ് എന്ന് പറയുന്നത് എന്താ? ഫോഴ്സ്, നമുക്ക് എന്തൊരു കാര്യം ചെയ്യണമെങ്കിലും, എന്തെങ്കിലും ഒരു വസ്തുവിനെ ഒരു സ്ഥലത്ത് നിന്ന് മൂവ് ചെയ്യിപ്പിക്കണമെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാ, ഒരു സാധനത്തിന്റെ ഷേപ്പ് മാറ്റണമെങ്കിൽ, എന്തെങ്കിലുമൊക്കെ എടുക്കണമെങ്കിൽ, എന്തെങ്കിലുമൊക്കെ നീക്കി വെക്കണമെങ്കിൽ, അങ്ങനെ എല്ലാ കാര്യത്തിനും നമുക്ക് ഫോഴ്സ് എന്ന് പറയുന്ന ഒരു ആളെ അപ്ലൈ ചെയ്യണം അല്ലെ? ബലം അപ്ലൈ ചെയ്താലാണ് ഇതൊക്കെ സംഭവിക്കുള്ളൂ. ഒരു വസ്തു ചലിക്കണമെങ്കിൽ, മൂവ് ചെയ്യണമെങ്കിൽ അതിൽ ഒരു ഫോഴ്സ് കൊടുക്കണം. വെറുതെ അനങ്ങാതിരിക്കുന്ന ഒരു വസ്തു തന്നെ കുറച്ച് കഴിയുമ്പോൾ അതിനൊന്ന് കുറച്ചു നേരം അനങ്ങിക്കളയാം എന്ന് വിചാരിച്ച് തന്നെത്താൻ അനങ്ങില്ല. നമ്മൾ പുറത്തു നിന്ന് ഒരു ഫോഴ്സ് കൊടുത്താൽ മാത്രമേ ഈ ഒരു വസ്തു അനങ്ങുകയോ അല്ലെങ്കിൽ മൂവ് ചെയ്യുകയോ അല്ലെങ്കിൽ അതിന്റെ പൊസിഷൻ മാറുകയോ അല്ലെങ്കിൽ ഡയറക്ഷൻ മാറുകയോ ഒക്കെ ചെയ്യുള്ളൂ. അപ്പൊ അതൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. ബേസിക്കലി ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു പുഷ് അല്ലെങ്കിൽ പുൾ ആണ്. എന്താണ് പുഷ് അല്ലെങ്കിൽ പുള്ള് എന്ന് പറയുന്നത്? ഒരു സാധനത്തിനെ തള്ളുക അല്ലെങ്കിൽ വലിക്കുക, ഇതാണ് ഏറ്റവും ബേസിക് ആയിട്ട് ഫോഴ്സ്. ഏറ്റവും ബേസിക് ആയിട്ട്, അതായത് ഇതിനെ നമുക്ക് വലിയ കാര്യങ്ങളുണ്ട് ഫോഴ്സിൽ പഠിക്കാൻ, പക്ഷെ ഏറ്റവും ബേസിക് ആയിട്ട് നിങ്ങൾ ഫോഴ്സിൽ മനസ്സിലാക്കേണ്ട സാധനം എന്ന് പറയുന്നത് തള്ളുക, വലിക്കുക, ഇതാണ് ഏറ്റവും ബേസിക് ആയ ഫോഴ്സ്. നമ്മൾ ചെയ്യുന്ന എല്ലാ ആക്ഷനിലും ഒരു തള്ളുക അല്ലെങ്കിൽ വലിക്കുക എന്ന് പറയുന്ന ആക്ഷൻസ് വരുന്നുണ്ട്. ഒരു സാധനത്തിനെ മൂവ് ചെയ്യണമെങ്കിൽ, ഏതർ നമ്മളൊരു ട്രോളി ആണെന്ന് വിചാരിക്കുക, നമ്മൾ അതിനെ മൂവ് ചെയ്യണമെങ്കിൽ അതിനെ വലിക്കണം അല്ലെ? ഡോർ ആണെന്ന് വിചാരിക്കുക, ഡോർ ഓപ്പൺ ചെയ്യണമെങ്കിൽ നമ്മൾ തള്ളണം അല്ലെ? അപ്പൊ അതാണ് പുഷ് ആൻഡ് പുൾ എന്ന് പറയുന്നത്. ഓൾമോസ്റ്റ് എല്ലാ ആക്ഷൻസും ഈ പുഷ് അല്ലെങ്കിൽ പുൾ എന്ന് പറയുന്ന കാറ്റഗറിയിൽ പെടുത്താം. ഇപ്പൊ നിങ്ങൾ എന്താ ക്രിക്കറ്റ് ഒക്കെ കളിക്കുമ്പോൾ ബോൾ അടിക്കുന്നു, ഹിറ്റിംഗ്, അടിക്കുക, അതും എന്തിൽ പെടുത്താം? നമുക്ക് പുൾ അല്ലെങ്കിൽ പുഷിൽ പെടുത്താം. തള്ളുക, നിങ്ങളുടെ അടുത്തുനിന്ന് ദൂരേക്ക് നീങ്ങി പോകുന്നതാണ് പുഷ്. ഒരു വസ്തു നമ്മുടെ അടുത്തുനിന്ന് ദൂരേക്ക് നീങ്ങി പോകുമ്പോൾ അത് പുഷ് അല്ലെങ്കിൽ തള്ളലാണ്. ഒരു വസ്തുവിന്റെ സ്ഥാനം മാറുന്നത് നമ്മുടെ അടുത്തേക്ക് നീങ്ങി വന്നിട്ടാണെങ്കിൽ അത് പുള്ളാണ്. ഇതാണ് ഏറ്റവും ബേസിക് ആയിട്ട് ഫോഴ്സിൽ മനസ്സിലാക്കേണ്ട കാര്യം. അങ്ങോട്ട് ദൂരേക്ക് പോകുന്നത് പുഷും അടുത്തേക്ക് വരുന്നത് പുള്ളും. അപ്പൊ കിക്കിങ്, നമ്മൾ തട്ടിക്കളയ, കാലുകൊണ്ട് ബോളൊക്കെ തട്ടില്ലേ, അതൊക്കെ പുഷ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ പെടും. കിക്കിങ്, ഹിറ്റിങ്, പിന്നെന്താണ് ഫ്ലിക്കിങ്. ഫ്ലിക്കിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ വിരലുകൊണ്ട് തട്ടൂലേ, അതാണ് ഫ്ലിക്കിങ് എന്ന് പറയുന്നത്. ഹിറ്റിങ്, ഇതൊക്കെയും പുഷ് പുൾ കാറ്റഗറിയിൽ വരുന്നതാണ്. ഇനി ഒരു ഡ്രോവർ നിങ്ങൾ ഓപ്പൺ ചെയ്യണമെന്ന് വിചാരിക്കാം, ഒരു ഡ്രോവർ വലിച്ചു തുറക്കുകയാണെങ്കിൽ അത് എന്തിൽ പെടും? പുള്ളിൽ പെടും. നിങ്ങൾ കിണറ്റിൽ നിന്ന് വെള്ളം കോരുന്നതോ, കിണറ്റിൽ നിന്ന് വെള്ളം കോരുന്നത് എന്തിലാ പെടുക? പുൾ, വലിക്കുകയാണ് അല്ലെ? അങ്ങനെ എല്ലാ ആക്ഷനും
നമുക്ക് ഒന്നെങ്കിൽ പുഷ് അല്ലെങ്കിൽ പുൾ എന്നുള്ള കാറ്റഗറിയിൽ പെടുത്താനായിട്ട് പറ്റും. അതുകൊണ്ടാണ് ഫോഴ്സ് എന്ന് പറയുന്നത് പുഷും പുള്ളുമാണ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ കുറേ ആക്ഷൻസ് ഉണ്ട്. നമുക്കൊരു വസ്തുവിനെ നീക്കാൻ, തട്ടാനോ തള്ളാനോ ഒക്കെ പറ്റും. പക്ഷെ എല്ലാത്തിലും ഒരു പുഷ് അല്ലെങ്കിൽ പുള്ള് ഉണ്ടാവും. അതുകൊണ്ടാണ് ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു പുഷ് അല്ലെങ്കിൽ പുൾ എന്ന് പറയുന്നത്. NMMS ക്വസ്റ്റ്യൻസ് വൺ വേർഡ് അല്ലേ ചോദിക്കുന്നത്. വൺ വേർഡ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കണേ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും, ഓപ്ഷൻസ് ഒക്കെ ഉണ്ടാവും. പക്ഷെ പ്രോബ്ലംസ് ഒക്കെ വരും, അതൊക്കെ ചെയ്ത് നോക്കിയിട്ടാ നിങ്ങൾക്ക് ആ വൺ വേർഡ് ക്ലിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോ ഇത്രയും കാര്യങ്ങളാണ് ഫോഴ്സിന്റെ ബേസിക് ആയിട്ട് വരുന്നത്. പുഷ് ആൻഡ് പുള്ളാണ്. പുഷ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത് നിന്ന് നീങ്ങി പോകുന്നതാണ് പുഷ്. പുൾ എന്ന് പറഞ്ഞാൽ വലിക്കുന്നതാണ്. നമ്മൾ ഓൾമോസ്റ്റ് ചെയ്യുന്ന എല്ലാ ആക്ഷൻസും നമുക്ക് പുഷ് അല്ലെങ്കിൽ പുള്ളിൽ പെടുത്താനായിട്ട് പറ്റും. ഇവിടെ എക്സാമ്പിൾസ് ഉണ്ട്. പുഷ് എന്ന് പറഞ്ഞാൽ മൂവ്സ് എവേ ഫ്രം യു. എന്താണ് പുഷ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്തുനിന്ന് ദൂരേക്ക് നീങ്ങി മാറി പോണതാണ് പുഷ്. പുൾ എന്ന് പറഞ്ഞാലോ മൂവ് ടുവേർഡ്സ് യു. നമ്മളിപ്പോ ഒരു ട്രോളി ഒക്കെ വലിച്ചു പോവുകയാണെങ്കിൽ അത് നമ്മുടെ അടുത്തേക്ക് നീങ്ങി വരിക ചെയ്യുന്നത്. കാരണം നമ്മളത് പുൾ ചെയ്യാണ്, വലിക്കുകയാണ്. അപ്പൊ നോക്കൂ, പുഷ് യുവർ ചെയർ, അത് ഒരു തള്ളുക എന്നുള്ളതിന് എക്സാമ്പിൾ ആണ്. പുഷ് എ ടോയ് കാർ, പുഷ് എ സ്വിങ്, ഊഞ്ഞാലാടുക, തള്ളുകയല്ല ചെയ്യാ. പുഷ് എ ഡോർ, ഒരു ഡോർ തുറക്കുക. പുഷ് ദ ഈസൽ, പുഷ് എ ടോയ് ബോട്ട്. പിന്നെന്താണ് പുള്ളിന് എക്സാമ്പിൾസ് എന്താണ്? പുൾ എ വാഗൺ, പുൾ എ ഡോർ, പുൾ എ സ്വീറ്റ് കേസ്, പുൾ എ ബോക്സ് ഓർ ബാസ്കറ്റ്, പുൾ എ കർട്ടൻ, പുൾ എ ടോയ് വിത്ത് എ സ്ട്രിങ്. ഇത്രയൊക്കെയാണ് പുൾ ആൻഡ് പുഷ് ഇൻ എക്സാമ്പിൾസ്. നമ്മൾ ഇടയ്ക്ക് എവിടെയെങ്കിലൊക്കെ പോകുമ്പോൾ ഡോറിന്റെ അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും അല്ലെ, പുഷ് ഓർ പുൾ, അതായത് തുറക്കാനും അടയ്ക്കാനും. അപ്പൊ നമ്മളിങ്ങനെ ആലോചിക്കും പുഷ് ഓർ പുൾ എന്ന് കാണുമ്പോ തുറക്കണോ, വലിക്കണോ, അതോ തള്ളണോ അല്ലേ? അപ്പൊ ഇത് ആലോചിച്ചാൽ മതി. നമ്മുടെ അടുത്തുനിന്ന് നീങ്ങി പോവാണെങ്കിൽ എന്താണ് പുഷ്, അടുത്തേക്ക് വരുമ്പോ പുള്ള്. ഈ ഒരു കാര്യത്തിന് മാത്രമാണ്, ഈ ഒരു ബോക്സിന് മാത്രമാണ് മലയാളം ഇല്ലാത്തുള്ളൂ കേട്ടോ. ബാക്കി എല്ലാത്തിന്റെയും മലയാളം ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോ ഈ ബേസിക്സ് കാര്യങ്ങൾ മനസ്സിലായല്ലോ. പുഷും പുള്ളും ഇത്രയാണ് പുഷ് ആൻഡ് പുള്ള്. ഫോഴ്സിന്റെ ബേസിക് ആയിട്ടുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞ ഈ പുഷ് ആൻഡ് പുൾ എന്ന് പറയുന്നത്. വേറെ ഓൾമോസ്റ്റ് എല്ലാ എക്സാമ്പിൾസും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി വരുന്നത് ടൈപ്സ് ഓഫ് ഫോഴ്സ് ആണ്. ടൈപ്സ് ഓഫ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പൊ നമ്മൾ പറഞ്ഞു ഫോഴ്സ് ബേസിക്കലി ഒരു പുഷും പുള്ളും ആണ്. പക്ഷെ വ്യത്യസ്ത തരത്തിലുള്ള ഫോഴ്സുകൾ ഉണ്ട്. അതെന്തൊക്കെയാണെന്നാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. വ്യത്യസ്ത തരത്തിലുള്ള ഫോഴ്സുകൾ. അപ്പൊ ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് കാണാം കോണ്ടാക്ട് ഫോഴ്സസ്. എന്താണ് ഈ കോണ്ടാക്ട് ഫോഴ്സസ്? മലയാളം ഉണ്ട് കേട്ടോ, മലയാളം ഇട്ടിട്ടുണ്ട്. ഫസ്റ്റത്തെ നമുക്ക് പഠിക്കാനുള്ള ഫോഴ്സ് എന്ന് പറയുന്നതാണ് കോണ്ടാക്ട് ഫോഴ്സസ്. അതായത് ഏതൊരു വസ്തുവിലാണോ നമ്മൾ ഫോഴ്സ് പ്രയോഗിക്കുന്നത് ആ വസ്തുവുമായിട്ട് ഫിസിക്കലി കോണ്ടാക്ട് വന്ന് ടച്ച് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഫോഴ്സുകളാണ് കോണ്ടാക്ട് ഫോഴ്സ്. കോണ്ടാക്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഫിസിക്കൽ ടച്ച് വരണം അവിടെ. അതാണ് കോണ്ടാക്ട് ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ടച്ച് ചെയ്യുന്നതാണ് കോണ്ടാക്ട് ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടച്ച് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു വസ്തുവിന്റെ മുകളിലാണോ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് അതില് ആ വസ്തുവുമായിട്ട് ഫിസിക്കൽ കണക്ഷൻ വരുന്നതാണ് എന്ത്? കോണ്ടാക്ട് ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഫോഴ്സസ് ഒക്കെ ഒരു ഇന്ററാക്ഷൻ വഴിയാണ് നടക്കുന്നത് അല്ലെ. ഇന്ററാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരൊറ്റ ഒബ്ജക്റ്റ് മാത്രമേ അവിടെ ഉള്ളൂ എങ്കിൽ അവിടെ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. രണ്ട് ഒബ്ജക്ട്സ് എങ്കിലും ഉണ്ടായാൽ മാത്രമേ അവിടെ ഫോഴ്സ് എന്ന് പറയുന്ന ഒരു സംഭവം നമുക്ക് അവിടെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. വെറുതെ നമുക്ക് വെറുതെ നിന്നിട്ടോ അപ്പൊ ഞാൻ ഭയങ്കര ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ടെന്ന് പറയാൻ പറ്റില്ല. അതായത് എന്തെങ്കിലും ഒരു വസ്തുവിലായിരിക്കണം നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യേണ്ടത്. എന്നാലാണ് അത് ഫോഴ്സ് ആയിട്ട് നമുക്ക് ഔട്ട്കം ആയിട്ട് കിട്ടുള്ളൂ. അതാണ് ഫോഴ്സസ് ഡ്യൂ ടു ഇന്ററാക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ആ ഇന്ററാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് തരത്തിൽ ഇന്ററാക്ഷൻ ചെയ്യാം. ഒന്നെങ്കിൽ ഫിസിക്കൽ ടച്ച് കൊണ്ട് ഒരു ഇന്ററാക്ഷൻ ചെയ്യാം, അല്ലെങ്കിൽ ഫിസിക്കൽ ടച്ച് ഇല്ലാതെ തന്നെ ഒരു വസ്തുവിന്റെ പുറത്ത് ഫോഴ്സ് അപ്ലൈ ചെയ്യാം. ഫിസിക്കൽ ടച്ച് ഉണ്ടായിട്ട് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതാണ് കോണ്ടാക്ട് ഫോഴ്സ് എന്ന് പറയുന്നത്. അതായത് ഫോഴ്സ് റിക്വയേഴ്സ് ഫിസിക്കൽ കോണ്ടാക്ട് ഇൻ ബിറ്റ്വീൻ ദ ഒബ്ജക്ട്സ്. അതെന്താണ് നമുക്ക് മലയാളത്തിൽ പറയുമ്പോൾ സ്പർശബലം എന്നാണ് പറയുന്നത്. ബലങ്ങൾ പ്രവർത്തിക്കാൻ വസ്തുക്കൾ തമ്മിൽ നേരിട്ട് സ്പർശിക്കണം.
അപ്പോ കോണ്ടാക്ട് ഫോഴ്സിന് 2 എക്സാമ്പിൾ ആണുള്ളത്. എന്താണ്? കോണ്ടാക്ട് ഫോഴ്സിന് 2 എക്സാമ്പിൾ ആണുള്ളത്. മസ്കുലാർ ഫോഴ്സും ഫ്രിക്ഷണൽ ഫോഴ്സും. എന്തൊക്കെയാണ്? പേശീബലവും ഘർഷണബലവും. ഇത് രണ്ടുമാണ് നമ്മുടെ കോണ്ടാക്ട് ഫോഴ്സ് അല്ലെങ്കിൽ സ്പർശബലത്തിന്റെ എക്സാമ്പിൾസ്. അപ്പോ നിങ്ങൾ ഒരു കാറ് തള്ളുകയാണെന്ന് വിചാരിക്കുക. അതായത് നിങ്ങളുടെ വണ്ടി കേടായി, അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കാറ് തള്ളാന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ കാറിന്റെ അടുത്ത് പോയി നിന്നിട്ട് ഇങ്ങനെ പോട്ടെ പോട്ടെ എന്ന് പറഞ്ഞിട്ട് കുറച്ച് നീങ്ങി ഇങ്ങനെ കാണിച്ചാൽ കാറ് പോവോ? ഇല്ല. അവിടെ എന്ത് വേണം? ഫിസിക്കൽ കോണ്ടാക്ട് വേണം, അല്ലെ? കാറിനെ ആയിട്ട് പോയിട്ട് കാറിനെ തൊട്ട് തള്ളിയാൽ മാത്രമേ കാറ് പോവുള്ളൂ, അല്ലെ? അതാണ് എന്ത്? കോണ്ടാക്ട് ഫോഴ്സ് എന്ന് പറയുന്നത്. അത് നമുക്ക് മസ്കുലാർ ഫോഴ്സിന് ഒരു എക്സാമ്പിൾ ആണ്, അല്ലെ? മസ്കുലാർ ഫോഴ്സിന് ഒരു എക്സാമ്പിൾ ആണ്. എന്തൊരു കാര്യവും നമ്മൾ നമ്മുടെ മസിൽസ് യൂസ് ചെയ്തിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് മസ്കുലാർ ഫോഴ്സ് ആണ്. മസിൽസ് യൂസ് ചെയ്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ കൈ കൊണ്ടോ കാല് കൊണ്ടോ നമ്മൾ നടക്കുന്നത് പോലും ഒരു മസ്കുലാർ ഫോഴ്സിന് എക്സാമ്പിൾ ആണെങ്കിൽ പേശീബലത്തിന്റെ എക്സാമ്പിൾ ആണ്. ഇനി നോൺ കോണ്ടാക്ട് ഫോഴ്സ്. അപ്പൊ ഞാൻ പറഞ്ഞു ഇന്ററാക്ഷൻ സംഭവിച്ചിരിക്കണം. രണ്ട് വസ്തുക്കൾ തമ്മിലാണ് നമുക്ക് ഇത് വേണ്ടത്, ഫോഴ്സ് ആക്ട് ചെയ്യേണ്ടത്. ഒരു വസ്തു മാത്രം ഉണ്ടെങ്കിൽ അവിടെ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷെ എന്നിരുന്നാൽ പോലും ടച്ച് ഇല്ലാതെ നമുക്ക് ഫോഴ്സ് ആക്ട് ചെയ്യാൻ പറ്റും. അതിന് എക്സാമ്പിൾസ് ആണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഗുരുത്വാകർഷണ ബലം, മാഗ്നറ്റിക് ഫോഴ്സ്, നമ്മുടെ കാന്തിക ബലം, നമ്മൾ മാഗ്നറ്റിക് എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറന്റ് ഒക്കെ പഠിച്ചതല്ലേ, കാന്തിക ബലം, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. ഇത്രയും 3 കാര്യങ്ങളാണ് നോൺ കോണ്ടാക്ട് ഫോഴ്സിന് എക്സാമ്പിൾസ്. നോൺ കോണ്ടാക്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? പരസ്പരം ടച്ച് ഇല്ലാതെ ചെയ്യുന്നതാണ് നോൺ കോണ്ടാക്ട് ഫോഴ്സിന്. പരസ്പരം ടച്ച് ഇല്ലാതെ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതിനെയാണ് നോൺ കോണ്ടാക്ട് ഫോഴ്സ് എന്ന് പറയുന്നത്. അവിടെ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന 2 ഒബ്ജക്റ്റുകൾ തമ്മിൽ ഒരു കണക്ഷനും വേണമെന്നില്ല, അല്ലെങ്കിൽ നേരിട്ടൊരു ടച്ച് വേണമെന്നില്ല. ബട്ട് സ്റ്റിൽ നമുക്ക് എന്ത് ചെയ്യും? ഫോഴ്സ് ആക്ട് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഒരു മാങ്ങ ഒരു മാവിൽ നിന്ന് പൊട്ടിയിട്ടുണ്ടെങ്കിൽ അത് എവിടേക്കാ പോവാ? മുകളിലേക്ക് പോവോ? ഇല്ല, താഴേക്ക് വീഴും. എന്തുകൊണ്ടാണ് അത് താഴേക്ക് വീഴണേ? ഗുരുത്വാകർഷണ ബലം. നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല, ഐസക് ന്യൂട്ടന്റെ തലയിൽ ആപ്പിൾ വീണപ്പോഴാണ് ആള് ഗുരുത്വാകർഷണ ബലത്തിനെ പറ്റി ആലോചിച്ചതെന്നൊക്കെ. ഓൾമോസ്റ്റ് ആ കഥയൊക്കെ തന്നെ. എന്തെങ്കിലും ഒരു വസ്തു താഴേക്ക് വീഴുന്നത് ഈ ഗുരുത്വാകർഷണ ബലം കൊണ്ടാണ്, അല്ലെ? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്ന ഗുരുത്വാകർഷണ ബലം എന്ന് പറഞ്ഞാല് ഒരു വസ്തു താഴേക്ക്, ഒരു എർത്ത് അതിന്റെ പ്രതലത്തിലേക്ക് എല്ലാ വസ്തുക്കളെയും ആകർഷിക്കും. അതാണ് ഗുരുത്വാകർഷണ ബലം. അപ്പൊ ആ ആകർഷണ ബലത്തിന് എന്ത് വേണമെന്നില്ല, ഈ 2 ഒബ്ജക്റ്റുകൾ തമ്മിൽ കോണ്ടാക്ട് ഉണ്ടാകണമെന്നില്ല, അല്ലെ? എന്തൊരു വസ്തുവും നമ്മൾ വായുവിലേക്ക് എറിഞ്ഞു കഴിഞ്ഞാൽ അത് താഴേക്കാണ് പതിക്കുന്നത്. അത് എർത്തിന്റെ ഗുരുത്വാകർഷണ ബലം, നമ്മുടെ ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലം കൊണ്ടാണ്. അപ്പൊ ആ ഗുരുത്വാകർഷണ ബലം ഉണ്ടാകുന്നത് ഈ 2 ഒബ്ജക്റ്റുകൾ തമ്മിൽ കോണ്ടാക്ട് ഉണ്ടായിട്ടല്ല, ടച്ച് വേണ്ട. അപ്പൊ അതാണ് നോൺ കോണ്ടാക്ട് ഫോഴ്സിന് ഒരു എക്സാമ്പിൾ. ഓക്കെ. ഇനി മാഗ്നറ്റിക് ഫോഴ്സ് നമ്മൾ ഓൾറെഡി പഠിച്ചതാണല്ലേ. ഒരു മാഗ്നറ്റ് എടുത്തിട്ട് നമ്മൾ വേറൊരു എന്തെങ്കിലും ഒരു മെറ്റൽ ഒബ്ജക്റ്റിന്റെ അടുത്ത് കൊണ്ടുവച്ചാൽ തന്നെ ഇത് അട്രാക്ട് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞതുപോലെ റിപ്പല് ചെയ്യും. റിപ്പല് ചെയ്യപ്പോഴാ ഒരേപോലത്തെ പോളുകൾ വന്നാൽ, നമ്മൾ ചാർജിന്റെ കാര്യത്തിൽ പഠിച്ചില്ലേ, പോസിറ്റീവും വന്നു കഴിഞ്ഞാൽ അത് അകന്നു പോകും, പോസിറ്റീവും നെഗറ്റീവും വന്നാൽ അത് അട്രാക്ട് ചെയ്യും എന്ന് പറഞ്ഞ പോലെ തന്നെ മാഗ്നറ്റിനും അങ്ങനത്തെ ഒരു പ്രോപ്പർട്ടി ഉണ്ട്. മാഗ്നറ്റിന് 2 പോളുകൾ ഉണ്ട്, നോർത്ത് പോളും സൗത്ത് പോളും. അപ്പൊ രണ്ട് മാഗ്നറ്റ് എടുത്തിട്ട് അതിന്റെ രണ്ടിന്റെയും നോർത്ത് പോൾ ഇങ്ങനെ കൊണ്ടടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ അത് അകന്നു പോകും. നോർത്തും സൗത്തും കൂടി കൊണ്ടുവച്ചാൽ മാത്രമാണ് അത് ആകർഷിക്കുള്ളൂ. അപ്പൊ അങ്ങനെ എല്ലാ മാഗ്നറ്റുകൾക്കും പോൾസ് ഉണ്ട്, ധ്രുവങ്ങളുണ്ട്. അതിന്റെ ധ്രുവങ്ങൾ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ധ്രുവങ്ങൾ വന്ന് ടച്ച് ചെയ്താൽ മാത്രമാണ് അത് അട്രാക്ട് ചെയ്യുള്ളൂ. ഒരേപോലത്തെ ധ്രുവങ്ങൾ, അതായത് നോർത്തും സൗത്തും കൊണ്ട് അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അത് അറിയാൻ പറ്റും, റിപ്പൽ ചെയ്ത് പോണത്. ഇതിപ്പോ നിങ്ങൾക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് അറിയാൻ പറ്റുക, നിങ്ങളുടെ കയ്യിലൊക്കെ സ്മാർട്ട് വാച്ച് യൂസ് ചെയ്യുന്ന ആൾക്കാരാവും അല്ലേ നിങ്ങള്?
സ്മാർട്ട് വാച്ചിന്റെ ചില സ്മാർട്ട് വാച്ചുകളുടെ ചാർജർ എന്ന് പറയുന്നത് ആ സ്മാർട്ട് വാച്ചിന്റെ ബാക്കിൽ ഒരു മാഗ്നറ്റിക് സ്ട്രിപ്പുമ്പോഴായിരിക്കും നമ്മൾ അതിങ്ങനെ ടച്ച് ചെയ്യുന്നത്. എന്നിട്ട് കണക്ട് ചെയ്ത് ഓൺ ചെയ്താലാണ് ഈ വാച്ച് ചാർജ് ആകുന്നത്. ചിലപ്പോൾ അറിയായിരിക്കും. അപ്പൊ നിങ്ങൾ ചില പൊസിഷനിൽ കൊണ്ട് ടച്ച് ചെയ്യാൻ പോകുമ്പോൾ അത് അകന്ന് പോണ പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. നിങ്ങൾക്ക് മാഗ്നറ്റിക് അല്ലെങ്കിൽ സ്മാർട്ട് വാച്ച് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് നോക്കി നോക്കിക്കോളൂ. അത് അതിന്റെ ബാക്കിൽ 2 മാഗ്നറ്റിക് സ്ട്രിപ്പ് ഉണ്ടാവും. അപ്പൊ നമ്മുടെ ഈ ചാർജർ നമ്മൾ കൊണ്ടുവയ്ക്കുമ്പോൾ അത് അട്രാക്ട് ചെയ്യും. പക്ഷെ ഇത് തിരിച്ചാണ് കൊണ്ടുപോകുന്നതെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഈ 2 സാധനവും തമ്മിൽ അകന്ന് പോണത് പോലെ നിങ്ങൾക്ക് തോന്നും. അത് നിങ്ങൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കിക്കോട്ടെ. ഭയങ്കര രസമാണ് ഇത് അകന്ന് പോകുന്നത് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട്. അപ്പൊ അതാണ് നമ്മുടെ മാഗ്നറ്റിക് ഫോഴ്സ്. ഇനി ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത് നിങ്ങൾ അധികം കേട്ട് പരിചയമില്ലാത്തൊരു ഫോഴ്സ് ആണ് അല്ലെ. എന്താണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഇപ്പോൾ കുറെ എക്സാമ്പിൾസ് കണ്ടിട്ടുണ്ടാവും. ഇലക്ട്രിക് ചാർജുകൾ കാരണം ഉണ്ടാകുന്ന ഫോഴ്സ് ആണത്. ഇലക്ട്രിക് ചാർജുകൾ കാരണം ഇപ്പൊ 2 വസ്തുക്കളിൽ ഒരു സാധനത്തില് നെഗറ്റീവ് ചാർജ് കൂടുതലും മറ്റൊരു വസ്തുവിൽ പോസിറ്റീവ് ചാർജ് കൂടുതലും തമ്മിൽ വന്നാൽ ഈ 2 ഒബ്ജക്റ്റുകൾ തമ്മിൽ അട്രാക്ട് ചെയ്യും. നിങ്ങൾ ചിലപ്പോ ഈ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഭയങ്കര വൈറൽ ആയിട്ടുണ്ടായിരുന്ന ഒരു സംഭവമായിരുന്നു. ഒരു ഷോള് കൊണ്ട് തലയിൽ ഇങ്ങനെ ഉരച്ചിട്ട് ഇത് പൊക്കുമ്പോ മുടി ഇങ്ങനെ പൊന്തിക്കുന്നത് കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതൊക്കെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആണ്. ഇതൊക്കെ നമ്മുടെ ഫിസിക്സ് ആണ് അവിടെ സംഭവിക്കുന്നത്. മനസ്സിലായോ? ചിലപ്പോ നിങ്ങൾ അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇൻസ്റ്റയിൽ ഭയങ്കര വൈറലായിരുന്നു അത്. സ്കൂൾ കുട്ടികളൊക്കെ ഇരുന്നിട്ട് 2 പേര് ഇങ്ങനെ ഇങ്ങനെ മുടിയുടെ അടുത്ത് വെച്ചിട്ട് അത് എല്ലാ ക്ലോത്ത് കൊണ്ടും പറ്റില്ല. പോളിസ്റ്റർ പോലത്തെ ക്ലോത്തുകൾ എടുത്ത് തലയിൽ ഇങ്ങനെ നല്ലപോലെ ഉരച്ചിട്ട് ഇതിങ്ങനെ പൊക്കുമ്പോ മുടിയൊക്കെ ഇങ്ങനെ പൊന്തി വരുന്നത് നിങ്ങൾ ചിലപ്പോ കണ്ടിട്ടുണ്ടാവും. അത് എന്താണ്? അതെന്താ സംഭവിക്കുന്നത് അവിടെ? അത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആണ്. അതായത് നമ്മൾ ഒരു 2 വസ്തുക്കൾ തമ്മിൽ റബ്ബ് ചെയ്യുമ്പോൾ ഉരയ്ക്കുമ്പോൾ ഒരു നമ്മളെല്ലാ വസ്തുക്കളിലും ഈ ആറ്റംസ് ഒക്കെ ഉണ്ട് അല്ലെ. ആറ്റം കൊണ്ടാണ് എല്ലാ വസ്തുക്കളും ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ നമ്മൾ 2 സാധനങ്ങൾ തമ്മിൽ ഉരയ്ക്കുമ്പോൾ ഈ ആറ്റത്തിനകത്ത് എന്തുണ്ട്? ഇലക്ട്രോണുകൾ ഉണ്ട്. ഈ ഇലക്ട്രോണുകളാണ് ചാർജിനെ നിർണ്ണയിക്കുന്ന ആൾക്കാർ. ഒരു സാധനം പോസിറ്റീവ് ആയിരിക്കണോ നെഗറ്റീവ് ആയിരിക്കണോ എന്ന് തീരുമാനിക്കുന്നത് ഇലക്ട്രോണുകളും പ്രോട്ടോണുകളുമാണ്. അപ്പൊ എല്ലാ വസ്തുക്കളും ഉണ്ടാക്കിയിട്ടുള്ളത് ഇലക്ട്രോൺസും പ്രോട്ടോൺസും അതായത് ഈ ആറ്റംസ് കൊണ്ടാണ്. അപ്പൊ ഈ 2 സാധനങ്ങൾ തമ്മിൽ ഉരയ്ക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇലക്ട്രോൺ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് പോകും അല്ലെ. ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്യുകയാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ആ ഒരു ഉരയ്ക്കുന്ന ആ ഒരു ചെറിയ മൊമെന്റിൽ മാത്രം എന്താണ് ഒരു വസ്തുവിൽ നിന്ന് ഇലക്ട്രോൺസ് മറ്റൊരു വസ്തുവിലേക്ക് ട്രാൻസ്ഫർ ആകും. അപ്പൊ എന്ത് സംഭവിച്ചു? ഇലക്ട്രോൺസ് പോയ ആ സാധനം പോസിറ്റിവിറ്റി കൂടുതലായിട്ടുള്ള ആളായി മാറി. ഇലക്ട്രോൺസ് കിട്ടിയ ആള് നെഗറ്റീവ് ചാർജ് ഉള്ള ആളായി മാറി. അപ്പൊ എന്തായി? ഇവരങ്ങനെ അട്രാക്ട് ചെയ്തു. ആ അട്രാക്ഷൻ ആണ് നിങ്ങൾ ഈ മുടി ഈ ക്ലോത്തിന്റെ കൂടെ ഇങ്ങനെ അട്രാക്ട് ചെയ്ത് പോകുമ്പോഴാണ് ഈ മുടി ഇങ്ങനെ പൊന്തിരിക്കുന്നത് നമ്മൾ കാണുന്നത്. അതൊരു എക്സാമ്പിൾ ആണ്. അതുപോലെ തന്നെ വുളൻ ക്ലോത്ത് അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ചെറിയ ക്ലാസ്സസിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ബലൂൺ നമ്മുടെ തലയിൽ നല്ല ബലൂൺ വീർപ്പിച്ച് നല്ല ഓയിലൊന്നും ഇല്ലാത്ത തലയിൽ നല്ലോണം ഉരച്ചിട്ട് കഴിഞ്ഞാൽ നമ്മളൊരു ചുമരുമ വെച്ചാൽ അതവിടെ ഒട്ടിയിരിക്കും അല്ലെ. അത് എന്താണ്? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് കൊണ്ടാണ്. നമ്മുടെ ഹെയറിലും ഉള്ള ഇലക്ട്രോൺസും അല്ലെങ്കിൽ ആറ്റംസിലത്തെ ഇലക്ട്രോൺസും ബലൂണിലത്തെയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ സംഭവിച്ചിട്ട് ഒരെണ്ണം പോസിറ്റീവും ഒരെണ്ണം നെഗറ്റീവുമായി മാറുകയാണ്. പക്ഷെ ഇത് ഒരുപാട് നേരം നീണ്ടു നിൽക്കില്ല. ആ ഒരു വളരെ കുറച്ച് സെക്കൻഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന്റെ ചാർജ് നഷ്ടപ്പെടും. മനസ്സിലായോ? പിന്നെ വേറൊരു കാര്യം എന്ന് പറയാനുള്ളത് കണ്ടക്ടറുകളിൽ ഇത് സംഭവിക്കില്ല. 2 മെറ്റൽ എടുത്ത് നിങ്ങൾ ഉരച്ചു കഴിഞ്ഞാൽ 2 മെറ്റലുകളും തമ്മിലൊന്നും അട്രാക്ട് ചെയ്യില്ല. അതുപോലെ തന്നെ വേറൊരു എക്സാമ്പിൾ ആ സ്കെയില്. നിങ്ങളുടെ അതൊക്കെ നിങ്ങൾ പണ്ട് സ്കൂളിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ നിങ്ങൾക്കിത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആണെന്ന് അറിയണ്ടായിരിക്കില്ല. സ്കെയില് നമ്മൾ തലയിൽ ഇങ്ങനെ നല്ലപോലെ ഉരച്ചിട്ട് ചെറിയ ചെറിയ പേപ്പർ കഷ്ണങ്ങളുടെ അടുത്തേക്ക് ഇങ്ങനെ കൊണ്ടുപോയാൽ ആ പേപ്പർ കഷ്ണങ്ങൾ ഈ സ്കെയിലിലേക്ക് അട്രാക്ട് ആകും. അതൊക്കെ നമുക്ക് ചെയ്തു നോക്കാൻ പറ്റുന്ന നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എക്സാമ്പിൾസ് ആണ്. ഓക്കെ, അപ്പൊ അതൊക്കെയാണ് നമ്മുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, മാഗ്നറ്റിക് ഫോഴ്സ്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറയുന്ന 3 തരത്തിലുള്ള നോൺ കോണ്ടാക്ട് ഫോഴ്സ്. അപ്പോൾ
അട്രാക്ഷനും റിപ്പൽഷനും സംഭവിക്കുന്ന എന്തൊരു സാധനവും നോൺ കോണ്ടാക്ട് ആണ്. അതിനവിടെ ടച്ച് വേണമെന്നില്ല. ഓക്കെ, അപ്പോ നമ്മുടെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഗുരുത്വബലം, കാന്തബലം, ഇലക്ട്രോസ്റ്റാറ്റിക് ബലം. ഈ ഫലങ്ങൾ വസ്തുവുമായിട്ട് നേരിട്ട് സ്പർശിക്കാതെ തന്നെ പ്രവർത്തിക്കാനാകും. അതാണ് ഈ പറഞ്ഞ 3 ബലങ്ങൾ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? അപ്പൊ നമ്മൾ ഫോഴ്സ് പുഷും പുള്ളും ആണെന്നും, പിന്നെ ഫോഴ്സിന്റെ ആക്ഷൻസ് പിക്കിങ്, ഓപ്പണിങ്, ഷട്ടിങ്, കിക്കിങ്, ഹിറ്റിങ്, എന്തെങ്കിലും സാധനങ്ങൾ എടുക്കുക, ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞ എക്സാമ്പിൾസ്. അപ്പോ ഞാനൊരു കാര്യം, അപ്പൊ ഞാനൊരു എക്സാമ്പിൾ അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. മൂവിങ് എ ലോഡഡ് കാർട്ട്, അതിലൊരു പുഷ് ഉണ്ടോ അല്ലെങ്കിൽ പുൾ ഉണ്ടോ? ഒരു ലോഡ് ആയിട്ടുള്ള ഒരു കാർട്ട്, അതായത് നിറച്ച് വസ്തുക്കൾ ഇരിക്കുന്ന ഒരു വലിയൊരു കാർട്ട് അല്ലെങ്കിൽ ഒരു ട്രോളി തള്ളി നീക്കുകയാണ്. അപ്പോ അതിന് എന്താ ഉള്ളത്? അവിടെ പുഷാണോ ഉള്ളത്, പുള്ളാണോ ഉള്ളത്? വലിയ ലോഡഡ് കാർട്ട് എന്ന് പറയുന്ന സാധനം കുറെ സാധനങ്ങളൊക്കെ കയറ്റി വെച്ചിട്ട് അത് അവിടെ നിന്ന് നീക്കണമെങ്കിൽ പുഷ് ആണോ ചെയ്യേണ്ടത്, പുള്ളാണോ ചെയ്യേണ്ടത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. കുറെ പേര് പറയുന്നു പുഷ് എന്ന് പറയുന്നുണ്ട്, കുറെ പേര് പറയുന്നു പുൾ എന്ന് പറയുന്നുണ്ട്. ഇവിടെ രണ്ടും സംഭവിക്കാം അല്ലേ? ഇവിടെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും അതിനെ മൂവ് ചെയ്യിക്കാം. അപ്പൊ ലോഡ് നിറച്ചിരിക്കുന്ന ഒരു കാർട്ട്, ഇതിനെ നമുക്ക് മൂവ് ചെയ്യിക്കണമെങ്കിൽ ചിലപ്പോ അതിനെ തള്ളിയിട്ടായിരിക്കും നീക്കുന്നത് അല്ലെ, ചിലപ്പോ അതിനെ വലിക്കുകയായിരിക്കും ചെയ്യുന്നത്. അതുകൊണ്ട് മൂവ് ചെയ്യിക്കാൻ വേണ്ടി നമുക്ക് ഇതിൽ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യം കൂടിയുണ്ട്. മനസ്സിലായല്ലോ? ഒന്നെങ്കിൽ പുഷ് ചെയ്യാം അല്ലെങ്കിൽ പുള്ള് ചെയ്യാം, രണ്ടായാലും ഒരുപോലെയാണ്. അതായത് മൂവ് ചെയ്താൽ മതിയല്ലോ. അപ്പൊ നിങ്ങൾ പുഷ് എന്ന് പറഞ്ഞാലും പുള്ള് എന്ന് പറഞ്ഞാലും ആൻസർ കറക്റ്റ് ആണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് പുഷ് ഓർ പുൾ എന്ന് പറയാം. ബോത്ത് ആയാലും ആൻസർ കറക്റ്റ് ആണ്. ഓക്കെ, ഇനി എന്താണ്? ഒരു ക്രിക്കറ്റ് ബോള് ബാറ്റ്സ്മാൻ ഹിറ്റ് ചെയ്യണു, അതെന്താണ്? പുഷ് ആണോ പുള്ളാണോ? ഒരു ക്രിക്കറ്റ് ബോള് ഹിറ്റ് ചെയ്യുന്നത് പുഷ് ആണോ പുള്ളാണോ? എന്താണ് ക്രിക്കറ്റ് ബോൾ ഹിറ്റ്? അതൊരു പുഷ് ആണോ പുൾ ആണോ? യെസ്, പുഷ് ആണ് അല്ലെ? അതെന്തുകൊണ്ടാ? നമ്മുടെ അടുത്തുനിന്ന് നീങ്ങി പോവല്ലേ ചെയ്യുന്നത്, അപ്പൊ അത് ഒരു പുഷ് ആണ്. അപ്പോ ഇതൊക്കെയാണ് നമ്മുടെ പുഷ് പുള്ളിന്റെ എക്സാമ്പിൾസ് നമ്മൾ പറഞ്ഞത്. പിന്നെ നമ്മൾ എന്ത് പഠിച്ചു? ഇതിന് കുറെ എക്സാമ്പിൾസ് പഠിച്ചു. പിന്നെ നമ്മൾ കോണ്ടാക്റ്റും നോൺ കോണ്ടാക്ട് ഫോഴ്സസും പഠിച്ചു. അപ്പോ സ്പർശബലം, അസ്പർശബലം. ഇനി കോണ്ടാക്ട് ഫോഴ്സിൽ നമ്മൾ പറഞ്ഞ കാര്യം മസ്കുലാർ ഫോഴ്സ്. ഇനി നമുക്ക് മസ്കുലാർ ഫോഴ്സിനെ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. മസ്കുലാർ ഫോഴ്സ് നേരത്തെ ആർക്കും സംശയം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിരുന്നു. മസ്കുലാർ ഫോഴ്സിനെ ശ്രദ്ധിച്ചോളൂ. മസ്കുലാർ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ബോഡിയിലത്തെ മസിൽസ് ഉപയോഗിച്ചിട്ട് ഒരു വസ്തുവിനെ മൂവ് ചെയ്യിക്കുന്നുണ്ടെങ്കിൽ അതാണ് മസ്കുലാർ ഫോഴ്സ് അല്ലെ? നമ്മൾ നടക്കുന്നതും ഓടുന്നതും ഒക്കെ മസ്കുലാർ ഫോഴ്സ് ഉപയോഗിച്ചിട്ടാണ്. നമ്മളുടെ കാലിലെയും കൈയിലെയും ഒക്കെ മസിൽസ് നമ്മുടെ ശക്തി ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ബോഡിനെ നമ്മൾ കൊണ്ടുപോണത് അല്ലെ? അപ്പൊ അവിടെ നമ്മുടെ ഫോഴ്സ് നമ്മളിവിടെ എർത്ത് അല്ലെങ്കിൽ താഴെ ഇങ്ങനെ ഭൂമിയിൽ എക്സേർട്ട് ചെയ്യുന്നു, അതിന്റെ ഫലമായിട്ട് നമ്മൾ മൂവ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ നമ്മുടെ ശരീരത്തിലത്തെ മസിൽസ് വെച്ചിട്ട് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നതാണ് മസ്കുലാർ ഫോഴ്സ്. ഒരു ഹെവി ബാഗ് നിങ്ങൾ എടുക്കുന്നു, എന്തെങ്കിലും ഈ തള്ളുന്നു, അല്ലെങ്കിൽ വാതിൽ തുറക്കുന്നു, ഹിറ്റ് ചെയ്യുന്നു. ഇപ്പൊ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമ്മുടെ മസ്കുലാർ ഫോഴ്സിന് എക്സാമ്പിൾ ആണ്. പേശീഫലം. ഓക്കെ, ലിഫ്റ്റിംഗ് എ ഹെവി ബുക്ക് ഓർ എ ബാഗ് ഇൻവോൾവ്സ് ദ മസിൽസ് ഓഫ് യുവർ ആംസ് ആൻഡ് ബാക്ക് അപ്ലൈയിങ് ഫോഴ്സ് അല്ലെ? എന്തെങ്കിലും ഒരു വലിയ ബുക്കോ അല്ലെങ്കിൽ ബാഗോ ഒക്കെ എടുക്കുന്നത് നടക്കലും ഓട്ടവും കാലിന്റെ മാംസപേശികൾ ശരീരത്തെ മുന്നോട്ട് നീക്കാനായിട്ട് നമ്മൾ ബലം പ്രയോഗിക്കുന്നു. പിന്നെ ഒരു ഭാരം കൂടിയ പുസ്തകമോ അല്ലെങ്കിൽ ബാഗൊക്കെ ഉയർത്തുമ്പോൾ കയ്യിലെയും പിറകിലെയൊക്കെ മാംസപേശികളാണ് അതിന്റെ ബലം ഉപയോഗിക്കുന്നത്. അപ്പോ മാംസപേശികളുടെ ബലം കൊണ്ട് നമ്മൾ ഒരു വസ്തുവിനെ നീക്കുന്നുണ്ടെങ്കിൽ അതാണ് മസ്കുലാർ ഫോഴ്സ്. ഓൾമോസ്റ്റ് നമ്മളായിട്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും മസ്കുലാർ ഫോഴ്സിന്റെ കാറ്റഗറിയിൽ വരുന്നതാണ്. ഇപ്പൊ ഈ പറഞ്ഞ എല്ലാതും, ഒരു ഡ്രോവർ തുറക്കുന്നു, വെള്ളം കോരുന്നു, എന്തെങ്കിലും ലിഫ്റ്റ് എടുക്കുന്നു, പിന്നെ തള്ളുന്നു, അല്ലെങ്കിൽ കാർട്ട് പുഷ് ചെയ്തുകൊണ്ട് പോകുന്നു, അടിക്കുന്നു,
ചവിട്ടുന്നു ഒക്കെ മസ്കുലർ ഫോഴ്സ് ആണ്. ഓക്കെ, അതാണ് മസ്കുലർ ഫോഴ്സിന് എക്സാമ്പിൾ. ഇനി നമ്മൾ അധികം പറയാത്ത ഒരാളാണ് ഘർഷണ ബലം. ഞാൻ അധികം ഡിസ്കസ് ചെയ്തില്ല അല്ലെ. ഘർഷണ ബലം, ഫ്രിക്ഷണൽ ഫോഴ്സ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ഫോഴ്സ് ആണ് ഘർഷണ ബലം. ഇതാരെങ്കിലും കേട്ടിട്ടുണ്ടോ അതിനു മുന്നേ ഘർഷണ ബലം അല്ലെങ്കിൽ ഫ്രിക്ഷണൽ ഫോഴ്സിനെ പറ്റി? ആരും കേട്ടിട്ടില്ല എന്ന് തോന്നുന്നു. അധികം കേട്ടിട്ടുണ്ടോ ഘർഷണ ബലം? അപ്പൊ ഈ ഘർഷണ ബലം എന്ന് പറയുന്ന ആള്, ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. നമ്മള് ഒരു ബോള് ഇങ്ങനെ ഒരു എന്നിട്ടാണ് വളരെ നേരെയായിട്ടുള്ള ഒരു പ്രതലത്തിൽ, അതായത് ചെരിവുകളൊന്നും ഇല്ലാത്ത ഒരു പ്രതലത്തിൽ, നിരപ്പായിട്ടുള്ള ഒരു പ്രതലത്തിൽ ഒരു ബോൾ ഇങ്ങനെ നമ്മൾ നിരക്കി വിടുകയാണെങ്കിൽ കുറെ നേരം ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ ബോൾ തന്നെത്താനെ നിൽക്കൂല്ലേ? നമ്മൾ വേറൊരു ഫോഴ്സ് അവിടെ അപ്ലൈ ചെയ്യാണ്ട് തന്നെ അത് നിൽക്കും. പക്ഷെ നമ്മൾ എന്താ പഠിച്ചിട്ടുള്ളേ? ഒരു അനങ്ങാതിരിക്കുന്ന ഒരു വസ്തു മൂവ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാധനത്തിനെ നിർത്തണമെങ്കിലോ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യണം. അത് തന്നെത്താനെ ഒരു വസ്തു അങ്ങനെ തന്നെത്താനെ അങ്ങോട്ട് മൂവ് ചെയ്യോ അല്ലെങ്കിൽ തന്നെത്താനെ നിൽക്കുകയോ ചെയ്യില്ല. മനസ്സിലായോ? അതായത് വെറുതെ ഇരിക്കുന്ന സാധനം തന്നെ അങ്ങോട്ട് മൂവ് ചെയ്ത് പോവുകയോ അല്ലെങ്കിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനം വെറുതെ അങ്ങോട്ട് നിൽക്കുകയോ ചെയ്യില്ല. അതിനൊരു ഫോഴ്സ് വേണം. അപ്പോ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനം അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ മുകളിൽ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട് ഉണ്ടല്ലോ. ആ ഫോഴ്സ് ആണ് ഘർഷണ ബലം. അപ്പൊ നിങ്ങൾ ആലോചിക്കും, ബോളിനെ നിർത്തണ ഫോഴ്സ് ആണോ ഘർഷണ ബലം? ബോളിനെ നിർത്തുക എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിനെ സർഫസ്, അതായത് പ്രതലവുമായിട്ട് കോണ്ടാക്ട് വരുന്ന കാരണം കൊണ്ട് അത് നിൽക്കുക. അപ്പൊ അതെന്തുകൊണ്ടായി? പ്രതലവുമായിട്ട് ഒരു വസ്തു കോണ്ടാക്ട് വന്നു കഴിഞ്ഞാൽ ഇത് രണ്ടും തമ്മിൽ കോണ്ടാക്ട് വരുന്ന ആ ഭാഗത്ത് ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു ഫോഴ്സ് അവിടെ ഉള്ളത് കൊണ്ടാണ് അതവിടെ നിൽക്കുക എന്ന് പറയുന്നത്. അപ്പൊ നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ തനതായ ആ ഒരു മോഷന്റെ ഇതിൽ നിന്നൊരു ചേഞ്ച് ആണ് അല്ലെ. മൂവ് ചെയ്തോണ്ടിരിക്കുന്ന സാധനം നിൽക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ സ്റ്റേറ്റ് ഓഫ് മോഷനിൽ ഒരു ചേഞ്ച് വരിക ചെയ്യുന്നത്. ഒരു ഫോഴ്സ് ഇല്ലാതെ അത് സംഭവിക്കില്ല. ഫോഴ്സ് ഇല്ലാതെ ഒരു വസ്തു, മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വസ്തു നിൽക്കില്ല തന്നെത്താനെ. അപ്പൊ ആ ഒരു ഫോഴ്സ് ആണ് ഘർഷണ ബലം അല്ലെങ്കിൽ ഫ്രിക്ഷണൽ ഫോഴ്സ്. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു ബലം അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ ഇത്രയും നേരം നമ്മൾ പറഞ്ഞ ബലത്തിനേക്കാൾ ഒരു വ്യത്യാസമുണ്ട് ഈ ഘർഷണ ബലത്തിന്. അതെന്താണ്? ഒരു മിനിറ്റ്. ഓക്കെ, നിങ്ങൾക്കപ്പോൾ ഞാനിവിടെ കാണിച്ചു തരാം. ഒരു ബോൾ ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ മൂവ് ചെയ്യുകയാണെന്ന് വിചാരിച്ചോളൂ. അത് ആദ്യം ഇങ്ങനെ മൂവ് ചെയ്ത് പോയി, ഇങ്ങനെ മൂവ് ചെയ്ത് ആദ്യം അത് സ്പീഡിലായിരിക്കും പോവുക. പിന്നെ അത് പതുക്കെയായി പിന്നെ അത് ഒരു പോയിന്റ് എത്തുമ്പോൾ അവിടെ നിൽക്കും അല്ലേ? അപ്പൊ ആദ്യം ഇത് സ്പീഡിലാണ് പോയത്, പിന്നെ അതിന്റെ സ്പീഡ് പതുക്കെ കുറഞ്ഞു വന്ന് ഇത് നിൽക്കുന്നു എന്നുള്ള സാധനം അവിടെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇവിടെ ഇത് പ്രതലമാണെന്ന് വിചാരിക്കുക കേട്ടോ. എന്താണ്? സർഫസ്. ഈ സർഫസിൽ ഈ സാധനം മൂവ് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ ഇതിന്റെ ആ മൂവ്മെന്റിനെ തടയാൻ വേണ്ടിയിട്ട് ഓപ്പോസിറ്റ് ഡിറക്ഷനിൽ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. അതായത് ഇങ്ങനെ മൂവ് ചെയ്യുന്ന ഒരു സാധനത്തിന്റെ മോഷൻ തടയാനാണ് ഈ ഫോഴ്സ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഫലമായിട്ടാണ് ഈ സംഭവം കുറച്ചു നേരം മൂവ് ചെയ്തിട്ട് നിൽക്കുന്നത്. അപ്പോ അതാണ് ഇവിടെ കാണുന്നത് നിങ്ങൾ ഒപ്പോസസ്. നിങ്ങളൊരു സാധനത്തിന് തള്ളുകയാണെങ്കിൽ, ഇപ്പൊ ഒരു ടേബിൾ കിടക്കുന്നുണ്ട്, അതിനെ തള്ളുകയാണെങ്കിൽ നിങ്ങൾ ഈ ഡയറക്ഷനിലാണ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്, ഈ ഡയറക്ഷനിൽ തന്നെയാണ് അത് മൂവും ചെയ്യുക അല്ലെ. ഇങ്ങോട്ട് തള്ളിക്കഴിഞ്ഞാൽ അത് ഇങ്ങോട്ട് വരുമോ? ഇല്ല. തള്ളിക്കഴിഞ്ഞാൽ അത് അങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്. ഇനി നിങ്ങൾ ഒരു ഡ്രോവറോ എന്തെങ്കിലും സാധനം വലിക്കുകയാണെങ്കിലോ നിങ്ങൾ ഇങ്ങോട്ടാണ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. എങ്ങനെ? ഈ സൈഡ് ഇപ്പുറത്തേക്കാണ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്, ഇങ്ങോട്ട് തന്നെയാണ് അത് മൂവ് ചെയ്യുന്നതും അല്ലേ? അപ്പോ അതൊക്കെ ഫോഴ്സ് ഏത് ഡയറക്ഷനിലേക്കാണോ അപ്ലൈ ചെയ്യുന്നത് അത് ആ ഡയറക്ഷനിലേക്ക് തന്നെ മൂവ്മെന്റ് വരുന്നതാണ് എന്ത്? ഒരേ ഡയറക്ഷനിൽ മൂവ്മെന്റും ഫോഴ്സും സംഭവിക്കുന്നത്. പക്ഷെ ഈ കേസിൽ
ഫ്രിക്ഷണൽ ഫോഴ്സിന്റെ അല്ലെങ്കിൽ ഘർഷണ ബലത്തിന്റെ കേസസിൽ നമുക്ക് ഏത് സൈഡിലേക്കാണോ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് മൂവ്മെന്റ് സംഭവിക്കുന്നത്. ഓക്കെ, ഘർഷണബലാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ഡെഫിനിഷൻ തന്നെ പഠിക്കണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് ഇതിനെപ്പറ്റി മനസ്സിലാക്കി വെച്ചാൽ മതി. ഇത് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണ്. എന്താണ് ഫോഴ്സ് അല്ലെങ്കിൽ എന്താണ് ഘർഷണബലം എന്ന് മനസ്സിലാക്കിയാൽ മതി. അപ്പൊ എന്താണ് ഘർഷണബലം? രണ്ട് പ്രതലങ്ങൾ തമ്മിൽ കോണ്ടാക്റ്റിൽ വരുമ്പോ അതിന്റെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരു ബലമാണ് ഘർഷണബലം. രണ്ട് സർഫേസസ് തമ്മിൽ കോണ്ടാക്ട് വരുമ്പോ ഇതിന്റെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഫോഴ്സ് ആണ് ഫ്രിക്ഷണൽ ഫോഴ്സ്. ഇപ്പൊ നിങ്ങൾ ആലോചിക്കുക, രണ്ട് പ്രതലോ, അപ്പൊ ഒരു പ്രതലം മാത്രമല്ല അവിടെ കാണുന്നുള്ളൂ. മറ്റേ പ്രതലം എന്ന് പറയുന്നത് ഈ ബോളിന്റെ പ്രതലമാണ്. മനസ്സിലായോ? ഈ ബോളിന്റെ പ്രതലവും ഈ പ്രതലവും, ഇത് രണ്ടും തമ്മിൽ കോണ്ടാക്ട് വരുമ്പോ അവിടെ അപ്ലൈ ചെയ്യുന്ന അല്ലെങ്കിൽ അവിടെ ആക്ട് ചെയ്യുന്ന ഒരു ഫോഴ്സ് ആണ് ഘർഷണബലം. ഇനി നിങ്ങൾക്ക് അറിയാം, ഭയങ്കര സ്ലിപ്പറി ആയിട്ടുള്ള ഒരു സ്ഥലത്ത് പോയാൽ നിങ്ങൾ വഴിക്ക് വീഴും അല്ലെ? അല്ലെ, സോപ്പ് നിറച്ച് സോപ്പൊക്കെ ഇങ്ങനെ ആയി കിടക്കുന്ന ഒരു സ്ഥലത്ത് കൂടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ വഴിക്ക് വീഴും. അല്ലെങ്കിൽ പായലോ പൂപ്പലോ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ നടന്നു കഴിഞ്ഞാൽ നിങ്ങൾ വഴിക്ക് വീഴാനുള്ള സാധ്യതയുണ്ട്. എന്തുകൊണ്ടാ വഴിക്ക് വീഴുന്നേ? അവിടെ എന്തില്ല? ഫ്രിക്ഷൻ കുറവാണ്. നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും, ഫ്രിക്ഷൻ കുറവാണ്, ഘർഷണ ബലം കുറവായതുകൊണ്ടാണ് നമ്മൾ വഴുക്കുന്നത്. അപ്പോ ഒരു വസ്തുവിനെ അതിന്റെ സ്ഥലത്ത് കറക്റ്റ് ആയിട്ട് ഹോൾഡ് ചെയ്ത് നിർത്തണമെങ്കിൽ ഈ പറഞ്ഞ ഘർഷണ ബലം വേണം. രണ്ട് പ്രതലങ്ങൾ തമ്മിൽ ഘർഷണ ബലം ഇല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ വഴിക്ക് വീഴും. വഴിക്ക് വീഴാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ ചെരുപ്പൊക്കെ മേടിക്കുമ്പോ നിങ്ങൾ അറിയാലോ, ചെരുപ്പിന്റെ താഴെയൊക്കെ കുറെ മാർക്കിങ്ങുകൾ ഉണ്ടാവും. ഇങ്ങനെ ചെരുപ്പ് വളരെ സ്മൂത്ത് ആയിട്ട് ഇങ്ങനെ ഒന്നുമില്ലാതെ ക്ലീൻ ആയിട്ട് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ എന്തെങ്കിലും ഒരു ടൈലുമ്പോഴൊക്കെ നടക്കുമ്പോഴേക്കും നിങ്ങൾ വഴിക്ക് വീഴും അല്ലെ? അപ്പോ എന്തിനാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കുറെ അങ്ങോട്ട് ഇങ്ങനെ കുറെ അവിടേക്ക് കുറെ പൊന്തി നിൽക്കാണ്ടാവും, കുറെ വെട്ടും കുത്തൊക്കെ ഉണ്ടാവും അല്ലെ? എന്തിനാ ആ സാധനം ചെരുപ്പിന്റെ താഴെ വെച്ചിട്ടുള്ളത്? ഫ്രിക്ഷൻ കൂട്ടാനാണ്, നമുക്കൊരു ഗ്രിപ്പ് കിട്ടാനാണ്. ആ ഗ്രിപ്പ് എന്ന് പറയുന്ന സാധനമാണ് എന്തെന്ന് പറയുന്നത്, ഈ ഫ്രിക്ഷൻ കിട്ടാൻ വേണ്ടി ചെയ്യുന്നത്. അപ്പൊ ആ ഒരു ഗ്രിപ്പ് അവിടെ ഇല്ലെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് നടക്കാനൊന്നും പറ്റില്ല. അപ്പൊ അതിന്റെ അർത്ഥം നമ്മുടെ രണ്ട് പ്രതലങ്ങള്, കോണ്ടാക്ട് വരുന്ന രണ്ട് പ്രതലങ്ങള് റഫ് പ്രതലങ്ങളാണെങ്കിൽ അവിടെ ഫ്രിക്ഷൻ കൂടുതലായിരിക്കും. നല്ല റഫ് ആയിട്ടുള്ള പ്രതലങ്ങളാണെങ്കിൽ നിങ്ങൾ ഇതിനെ ആലോചിച്ച് നോക്കിയേ, ഒട്ടും ഇങ്ങനെ സിമന്റ് ഒക്കെ ഇട്ടിട്ട് ഒട്ടും തേക്കാത്ത ഒരു സ്ഥലത്ത് വേറെ മെസ്സേജുകളൊക്കെ ഞാൻ കാണുന്നുണ്ട്. ഞാൻ ഇതിലേക്ക് അധികം പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ സമയം പോകല്ലോ എന്ന് വിചാരിച്ചിട്ട് പറയാത്തതാണ്. വേറെ മെസ്സേജുകൾ ഒന്നും ചാറ്റിൽ വരാൻ പാടില്ല. പുതിയ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. നമ്മുടെ ക്ലാസ് എടുക്കുന്ന കാര്യങ്ങളും ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങളും അല്ലാതെ വേറെ യാതൊരുവിധ മെസ്സേജസും ചാറ്റ് ബോക്സിൽ വരാൻ പാടില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് ഗ്രൂപ്പിലേക്ക് വരും ട്ടോ. മനസ്സിലായോ? എന്നിട്ട് ഉടനെ തന്നെ അങ്ങനെയുള്ള ആൾക്കാരെ റിമൂവ് ചെയ്യുന്നതുമാണ്. നമുക്ക് ഇവിടെ പറയുന്ന കാര്യങ്ങളല്ലാതെ നിങ്ങൾ തമ്മിൽ പരിചയപ്പെടലോ അല്ലാതെ വേറെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വേണ്ട. നിങ്ങൾ എന്താ വൺ വേർഡ് ആണോ ചോദിക്കുന്നത്? എനിക്ക് മനസ്സിലാവണില്ല. നിങ്ങൾ essay പോലും ഒന്നും എഴുതണ്ട. ഐ തിങ്ക് ഒന്നെങ്കിൽ OMR ആയിരിക്കണം അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കണം. അത്രേ ഉള്ളൂ. നിങ്ങളൊരു കാര്യം ചെയ്യുക, നമ്മുടെ ചാനലില് NMMS എക്സാമിനെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും ഇട്ടിട്ട് ഒരു വീഡിയോ കിടക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ അത് പോയി കാണുക കേട്ടോ. നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ? അതില് ഒന്ന് പോയി കാണുക. അപ്പൊ നിങ്ങളുടെ എല്ലാ സംശയങ്ങളും മാറും. എങ്ങനെയാണ് എക്സാം പാറ്റേൺ, എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരിക, എല്ലാത്തിന്റെയും വിശദമായിട്ടുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതൊന്ന് പോയി കാണുക. അപ്പൊ നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ മാറും. അതൊന്ന് ക്ലിയർ ആക്കുക. ഇവിടെ നമുക്ക് ഈ ക്ലാസ് എടുക്കുന്നതിന്റെ ഇടയിൽ നമുക്ക് അത് പറഞ്ഞുകൊണ്ടിരുന്ന നമ്മുടെ സമയം പോകും. അതുകൊണ്ടാണ്. അപ്പൊ ഈ ഫ്രിക്ഷന്റെ കാര്യത്തിൽ നമുക്ക് ഒരു തീരുമാനത്തിലെത്തിയോ? അതായത് ഞാൻ എന്താ പറഞ്ഞോണ്ടിരുന്നത്, വളരെ റഫ് ആയിട്ടുള്ള ഇങ്ങനെ സിമെന്റ് ഒക്കെ ഇട്ടിട്ട് തേക്കാത്ത ഒരു സ്ഥലത്ത് നിങ്ങൾ ഒരു ബോൾ ഒന്ന് കൊണ്ടിട്ട് ഉരുട്ടി നോക്കി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അത് കുറച്ച് ദൂരം ഒന്ന് പോയി അപ്പൊ തന്നെ നിൽക്കും. അതിങ്ങനെ ഉരുണ്ട് പോകില്ല. കാരണം എന്താ? അങ്ങനെയുള്ള ഒരു സർഫസിൽ ഫ്രിക്ഷൻ കൂടുതലാണ്, ഘർഷണ ബലം കൂടുതലാണ്. അപ്പൊ ഈ സാധനത്തിന് മൂവ് ചെയ്യാൻ പറ്റില്ല. അപ്പോഴേക്കും ഈ ഘർഷണ ബലം അതിന്റെ മൂവ്മെന്റിനെ തടയും. ഓക്കെ. ഇനി വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു ടൈലിട്ട ഒരു സ്ഥലത്ത് പോയിട്ട് നിങ്ങൾ ഒരു സാധനം ബോൾ ഒന്ന് ഉരുട്ടി നോക്കിയാൽ അത് ഒരുപാട് ദൂരം പോകും. അവിടെ ഫ്രിക്ഷൻ കുറവാണ്.
അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നിങ്ങൾ വീടിന്റെ ഉള്ളിൽ ഇടുന്ന ടൈലല്ല ടോയ്ലറ്റിലും ബാത്റൂമിലും ഇടുക അല്ലെ. അവിടെ ബാത്റൂമിൽ ഇടുന്ന ടൈലിന് കുറച്ചും കൂടി ഒരു റഫ്നെസ് ഉണ്ടാവും. ഇല്ലെങ്കിൽ എന്താ പറ്റുക, വീടിന്റെ ഉള്ളിലുള്ള ടൈല് ബാത്റൂമിൽ ഇട്ട് കഴിഞ്ഞാലോ, ബാത്റൂം എന്ന് പറഞ്ഞാൽ എപ്പോഴും വെള്ളം നിൽക്കുന്ന ഒരു സ്ഥലല്ലേ, കേറ വേണ്ടു തലയും കുത്തി വീഴും അല്ലെ. അപ്പൊ എന്തിനാണ് അങ്ങനെ റഫ് ആയിട്ടുള്ള ഒരു ടൈല് മാത്രം ബാത്റൂമിലേക്ക് ഇടുന്നത്? ഫ്രിക്ഷൻ കൂട്ടാനാണ്. അപ്പോ പിന്നെ ടയർ, ഇവിടെ ഒരു എക്സാമ്പിൾ ഉണ്ട്, ബൈസിക്കിളും കാറും ബ്രേക്കും ഒക്കെ. ബ്രേക്ക് എന്ന് പറയുന്ന സാധനം പ്രവർത്തിക്കുന്നത് ഫ്രിക്ഷൻ കൊണ്ടാണ്. റോഡ്, എന്തിനാ റോഡ് ഇത്രയും റഫ് ആയിട്ട് ഉണ്ടാക്കുന്നത്? നമുക്ക് ടൈലിട്ട് വെച്ചൂടെ റോട്ടില്? എന്തുകൊണ്ടാണ്? ഫ്രിക്ഷൻ ഇല്ലെങ്കിൽ വണ്ടികളൊക്കെ സ്ലിപ്പായി പോകും. അപ്പൊ ഈ ടയറുകളൊക്കെ ഭയങ്കര മാർക്കിങ്സ് ഒക്കെ ആയിട്ട് ഇങ്ങനെ വരുന്നത് എന്തിനാലാണ്? ടയറൊക്കെ നല്ല സ്മൂത്ത് ആയിട്ട് കൊണ്ടുവന്നാ പോരെ. അങ്ങനെ വന്നാൽ എന്ത് സംഭവിക്കുക? ഫ്രിക്ഷൻ ഇല്ല. നമ്മുടെ പറയണേക്കാം, ടയർ തേഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് മാറ്റണം, അല്ലെങ്കിൽ വണ്ടി സ്ലിപ്പ് ആവാൻ സാധ്യതയുണ്ട്. എന്തുകൊണ്ടാ? ടയർ ഇങ്ങനെ തേഞ്ഞ് അതിന്റെ ആ മാർക്കിങ്സ് ഒക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ വളരെ സ്മൂത്ത് ആയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഫ്രിക്ഷൻ ഇല്ലാതെ നമ്മൾ ബ്രേക്ക് എടുക്കുന്നിടത്ത് ബ്രേക്ക് ഇട്ടാൽ വണ്ടി നിൽക്കുകയില്ല, നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് കൂടെ വണ്ടി പോവുകയില്ല. ഓക്കെ. അപ്പൊ വലിയ വണ്ടികളാണെങ്കിൽ ഇതിന്റെ ടയറിന്റെ കൂടുതൽ ടയറുകളും ഉണ്ടാകും. പിന്നെ എന്തുണ്ടാകും? ടയറിന്റെ ഒക്കെ വലിപ്പവും കൂടുതലായിരിക്കും, അതായത് വിട്ടും കൂടുതലായിരിക്കും, മാർക്കിങ്സും കൂടുതലായിരിക്കും. അപ്പൊ ഇതൊക്കെ ഫിസിക്സ് ആണ്. നമ്മൾ ഈ ചുറ്റും കാണുന്ന എല്ലാ കാര്യങ്ങളും ഫിസിക്സുമായിട്ട് റിലേറ്റഡ് ആണ്. നല്ല രസമല്ലേ ഇത് പഠിക്കാൻ? അപ്പൊ നിങ്ങൾക്ക് ഇനി വലിയ കാണുമ്പോ ഓക്കെ, അത് വലിയ ടയർ വെച്ചിട്ടുള്ളത് എന്തിനാ? ഫ്രിക്ഷൻ കൂടാൻ. വലിയൊരു ലോറി ഒക്കെ ആണെങ്കിൽ അത് 2 ടയർ മതി പോയാലത്തെ അവസ്ഥ എന്താ? അത് പോവോ? ഇല്ല. ഓക്കെ. അപ്പോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഫ്രിക്ഷന്റെ ഉപയോഗം. അപ്പൊ ഫ്രിക്ഷൻ എന്ന് പറയുന്ന ഒരു സാധനത്തിന് ഉപയോഗവും ഉണ്ട്, ഉപദ്രവവും ഉണ്ട്. ആക്ച്വലി എന്താണ് ഉപദ്രവം? നമ്മുടെ ഈ ഫാന്, പിന്നെന്താണ് ഡോറ്, ഇതൊക്കെ കുറെ ഇങ്ങനെ ഉപയോഗിക്കുമ്പോ ഒരു കീ ശബ്ദം വരും അല്ലെ. എന്തുകൊണ്ടാ അത് വരുന്നത്? ആ കോണ്ടാക്ട് വരുന്ന സാധനത്തിൽ ഇത് റൊട്ടേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ വാതിലൊക്കെ തുറക്കുന്ന ആ വിജാഗിരി അല്ലെങ്കിൽ കോണ്ടാക്ട് വരുന്ന സാധനത്ത് ഇതിങ്ങനെ ഒരഞ്ഞ് അവിടെ തേഞ്ഞു പോവും. ഈ തേയുക എന്ന് പറയുന്ന ഒരു സാധനമാണ് ഫ്രിക്ഷന്റെ ഡിസഡ്വാൻറ്റേജ്. നമ്മുടെ ഉപയോഗിച്ച് ഈ സാധനം പെട്ടെന്ന് കേടുവരും. അപ്പൊ നമ്മൾ ഓയിൽ ഇട്ട് കൊടുക്കും. ഓയിൽ ഇട്ട് കൊടുക്കണതിനാ ഫ്രിക്ഷൻ കുറയ്ക്കാൻ. അതുപോലെ സൈക്കിളിന്റെ ചെയിൻ, തുരുമ്പൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് പിന്നെ അത് ഇങ്ങനെ കടകടാന്ന് ശബ്ദം വരും. എന്തുകൊണ്ടാണ്? ഫ്രിക്ഷൻ കൂടുന്നതാണ്, അവിടെ ഘർഷണ ബലം കൂടുന്നതാണ്. അപ്പൊ അത് കുറയ്ക്കാനും നമ്മൾ ഓയിൽ ഇടും. അപ്പൊ ഓയിൽ ഇടുക എന്ന് പറയുന്നത് ഫ്രിക്ഷൻ കുറയ്ക്കുക എന്നുള്ളൊരു ഉപാധിയായിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പൊ ഫ്രിക്ഷൻ ഘർഷണ ബലം എന്ന് പറയുന്ന സംഭവത്തിന് രണ്ടും ഉണ്ട്, ഉപയോഗവും ഉണ്ട്, ഉപദ്രവവും ഉണ്ട്. ഫ്രിക്ഷൻ ഇല്ലാതെ നമുക്ക് നടക്കാനോ ഒരു റോഡിലൂടെ ഒരു വണ്ടി ഓടിക്കാനോ ഒന്നും സാധിക്കില്ല. ഒരു വസ്തു അല്ലെങ്കിൽ ഒരു ടേബിൾ നമ്മൾ ഒരു സ്ഥലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അവിടെ ഇരിക്കണമെങ്കിൽ ഇതിന്റെ രണ്ടിന്റെ ഇടയിൽ ഫ്രിക്ഷൻ വേണം. മനസ്സിലായോ? അപ്പൊ അല്ലാണ്ട് വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഒരു ടേബിൾ വെച്ചാൽ ചിലപ്പോൾ അത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പൊ ഒരു മോഷൻ സ്റ്റോപ്പ് ചെയ്യുന്ന ആളാണ് ഫ്രിക്ഷൻ. ഒരു പ്രതലത്തില് മോഷനെ അല്ലെങ്കിൽ മൂവ്മെന്റിനെ തടഞ്ഞു നിർത്തുന്ന ഒരാളാണ് ഫ്രിക്ഷൻ. വാക്കിംഗ്, നമുക്ക് നടക്കണമെങ്കിൽ നമ്മുടെ ഈ കാലും നമ്മൾ ചവിട്ടുന്ന ആ സർഫസിന്റെ ഇടയിലും ഫ്രിക്ഷൻ വേണം, ഇല്ലെങ്കിൽ നമ്മൾ വഴുക്കി വീഴും. ഓക്കെ. അതുപോലെ ബൈസൈക്കിള്, കാർ, ഇതൊക്കെ ബ്രേക്ക് ഇടുന്നിടത്ത് നിർത്തണമെങ്കിൽ ഫ്രിക്ഷൻ വേണം. ഫ്രിക്ഷൻ ക്ലിയർ ആയോ എല്ലാവർക്കും? ഞാൻ ഫ്രിക്ഷന്റെ മാത്രം ഇത്രയും പറഞ്ഞത്. ഫ്രിക്ഷന് വളരെ വ്യത്യസ്ത രീതിയിലുള്ള ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇതിന്റെ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്ന സാധനം വയറിംഗ് ആൻഡ് ടയറിംഗ്. വയറിംഗ് ആൻഡ് ടയറിംഗ് എന്ന് പറയുന്ന സാധനമാണ് നമ്മൾ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് വരിക. തേയ്മാനം. വയറിംഗ് ആൻഡ് ടയറിംഗ് എന്നാണ് അതിനെ പറയുന്നത്. തേയ്മാനം സംഭവിക്കുക, അതാണ് വയറിംഗ് ആൻഡ് ടയറിംഗ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ കാലക്രമേണ നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കളൊക്കെ ഇങ്ങനെ തേഞ്ഞ് പോകാൻ കാരണം ഫ്രിക്ഷൻ ആണ്. ഓക്കെ. അപ്പൊ ഇതാണ് നമ്മുടെ ഫ്രിക്ഷൻ. അപ്പൊ അത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഫ്രിക്ഷൻ ഘർഷണബലം എന്താണ്? രണ്ട് ഉപരിതലങ്ങൾ തമ്മിൽ ഒത്തുചേരുമ്പോൾ പ്രയോഗിക്കുന്ന ചലനത്തെ എതിർക്കുന്ന ബലം. അപ്പൊ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ചലനം ഇങ്ങോട്ടാണെങ്കിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ആക്ട് ചെയ്യുന്നത്. ഓക്കെ. ഷൂസ് നിലത്ത് ലഭിക്കുന്ന ഘർഷണമാണ് നമ്മൾ ശരീരത്തെ മുന്നോട്ട് നീക്കുന്നത്. സൈക്കിളും കാറും ഒക്കെ ബ്രേക്ക് ഉപയോഗിക്കുമ്പോൾ അത് നിൽക്കുന്നത്, വണ്ടി നിൽക്കുക എന്ന് പറയുന്നത് ഫ്രിക്ഷൻ ഉണ്ടെങ്കിലേ സാധിക്കുകയുള്ളൂ. അപ്പൊ ഇനി നമ്മുടെ നോൺ കോണ്ടാക്ട് ഫോഴ്സുകൾ കഴിഞ്ഞു.
നോൺ കോണ്ടാക്ട് ആയിട്ടുള്ള ഫോഴ്സുകൾ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണിത്. അതുകൊണ്ട് ഇത് ഞാൻ അധികം സംസാരിക്കുന്നില്ല. ഗ്രാവിറ്റേഷണൽ, നമ്മുടെ ഈ പറഞ്ഞ പോലെ മാങ്ങയോ ചക്കയോ തേങ്ങയോ എന്താണെങ്കിലും താഴേക്ക് വീഴുന്നത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൊണ്ടാണ്. നമ്മൾ തന്നെ വഴിക്ക് കഴിഞ്ഞാൽ താഴേക്ക് വീഴുന്നത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൊണ്ടാണ്. അപ്പൊ ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ ഒരു തെറ്റിദ്ധാരണയുണ്ട്. അപ്പൊ നിങ്ങൾ അതൊന്ന് മനസ്സിലാക്കി വെക്കുക. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് മുകളിൽ നിന്ന് താഴേക്ക് വീഴുന്ന സാധനത്തിൽ മാത്രം ആക്ട് ചെയ്യുന്ന ഒരു ഫോഴ്സ് അല്ല. ഈ ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളും തമ്മില് ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ട്. അത് നിങ്ങൾ അധികം ചിന്തിക്കാത്തൊരു കാര്യമായിരിക്കും. ഇപ്പൊ രണ്ടാൾക്കാർ ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ ഇവരുടെ ഇടയിൽ ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ താഴേക്ക് ഈ സാധനങ്ങളൊക്കെ താഴേക്ക് ആക്കുന്ന ഫോഴ്സ് അല്ല. അത് മാത്രമല്ല, മനസ്സിലായോ? അത് മാത്രമല്ല ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഏത് രണ്ട് വസ്തുക്കൾ തമ്മിലും ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എപ്പോഴും നിലനിൽക്കുന്നുണ്ട്. രണ്ട് ആൾക്കാർ ഇങ്ങനെ, നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ക്ലാസ്സിൽ ഇരിക്കുന്ന നിങ്ങളുടെ രണ്ട് ഫ്രണ്ട്സിന്റെ, നിങ്ങളുടെ രണ്ടുപേരുടെയും അല്ലെങ്കിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഇടയിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. മാഗ്നറ്റിക് ഫോഴ്സ് ഒക്കെ പോലെ തന്നെ നിങ്ങളുടെ ഇടയിൽ ഒരു ഫലം ആക്ട് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ട് നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യുന്നില്ല? വളരെ വീക്കാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അതുകൊണ്ട് നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യുന്നില്ല. ആ ഫോഴ്സ് നിങ്ങൾക്ക് അറിയുന്നില്ല. മനസ്സിലായോ? അതുകൊണ്ടാണ് നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യാത്തത്. പക്ഷേ അപ്പൊ നിങ്ങൾ അതൊന്ന് മനസ്സിലാക്കി വെക്കുക. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴേക്ക് വലിക്കുന്ന ഫോഴ്സ് അല്ല. അത് മാത്രമല്ല, അതും ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. പക്ഷെ ഏതൊരു വസ്തു, ഇപ്പൊ രണ്ട് ഒബ്ജക്റ്റ്, ഒരു ബെഞ്ചും ഒരു ഡെസ്കും, ഇതിന്റെ രണ്ടിന്റെ ഇടയിൽ ഒരു ഫോഴ്സ് ഉണ്ട്. പക്ഷെ എന്ത് വന്നിട്ട് എന്താ രണ്ടും കൂടെ അടുത്തേക്ക് വരാത്തെ? ആ ഫോഴ്സ് വളരെ വീക്കാണ്. വളരെ 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 വീക്കാണ്. അതുകൊണ്ടാണ് അതിങ്ങനെ അടുത്തേക്ക് വരാതെ ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് അത് വീക്ക് ആവുന്നത്? ഇത് ഇത്രയും എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുക അല്ലെ, ഭൂമി മുഴുവൻ ഈ ഫോഴ്സ് ഉണ്ട്. അതുകൊണ്ടാണ് ഇത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റാത്തത്. ബട്ട് സ്റ്റിൽ അവിടെ ഒരു ഫോഴ്സ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ചിലപ്പോ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ എർത്ത് താഴേക്ക് വലിക്കുന്ന മാത്രം ഫോഴ്സ് ആണ്. ഇത് ശരിയാണോ തെറ്റാണോ എന്ന് ചോദ്യം വന്നത് തെറ്റാണ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് മാസ് ഉള്ള ഒരു അല്ലെങ്കിൽ ഒരു ഭാരം ഉള്ള എല്ലാ രണ്ട് ഒബ്ജക്റ്റുകളുടെ ഇടയിലുമുള്ള ഫോഴ്സ് ആണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഓക്കെ, ഗുരുത്വബലം. ഓക്കെ, ഇനി മാഗ്നറ്റിക് ഫോഴ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അട്രാക്ഷൻ ഉണ്ടാകാം, റിപ്പൽഷൻ ഉണ്ടാകാം. രണ്ടും തമ്മിൽ അട്രാക്ട് ചെയ്ത് കൂടിച്ചേരുന്നതും ഒരു ഫോഴ്സ് ആണ്. തമ്മിൽ അകന്നു പോകാൻ ശ്രമിക്കുന്നതും ഒരു ഫോഴ്സ് ആണ്. ഓക്കെ, ഇത് രണ്ടും ഫോഴ്സ് ആണ്. അല്ലാതെ അട്രാക്ട് ചെയ്യുന്നത് മാത്രമല്ല ഫോഴ്സ്, അകന്നു പോകുന്നതും ഒരു ഫോഴ്സ് ആണ്, റിപ്പൽസീവ് ഫോഴ്സ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ നോൺ കോണ്ടാക്ട്. പിന്നെ നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഓൾറെഡി പറഞ്ഞല്ലോ. ഇലക്ട്രിക്കലി ചാർജ്ഡ് ഒബ്ജക്റ്റ്, അതായത് പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും തമ്മിൽ വരുന്ന ഫോഴ്സ് ആണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത്. കോംബ് അട്രാക്ടിങ് പീസസ് ഓഫ് പേപ്പർ ആഫ്റ്റർ ബീയിങ് റബ്ഡ്. നമ്മൾ ചീപ്പ് നല്ല പോലെ തലയിൽ ഉരച്ചിട്ട് ഒരു കുറെ ചെറിയ ചെറിയ പേപ്പർ കഷ്ണങ്ങൾ എടുത്ത് കൊണ്ടുപോയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിനെ അട്രാക്ട് ചെയ്യുന്നത്. അപ്പൊ ഗുരുത്വബലം എന്ന് പറയുന്നത് എന്തായിരുന്നു? ഏതൊരു രണ്ട് ഭൂമിയിലുള്ള ഏതെങ്കിലും രണ്ട് മാസ് ആയിട്ടുള്ള ഒബ്ജക്റ്റുകളുടെ ഇടയിൽ, മാസ് ആയിട്ടുള്ള ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ മറ്റേ മാസ് അല്ല കേട്ടാ, കൂളിംഗ് ഗ്ലാസ് വരണ മാസ് അല്ല ഈ മാസ്. ഇത് മാസ് എന്ന് പറയുന്നതിന്റെ എക്സാക്ട് മലയാളം എന്ന് പറയുന്നത് പിണ്ഡം എന്നാണെന്ന് തോന്നുന്നുണ്ട്. മാസും വെയിറ്റും രണ്ട് സാധനങ്ങളാണ്. എന്നാലും അതിനൊരു എന്തെങ്കിലുമൊക്കെ മാറ്റർ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വെയിറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വസ്തുക്കൾ ഉണ്ടെങ്കിൽ അതിനൊക്കെ ഒരു മാസ് ഉണ്ടാകും. അപ്പോൾ ഇങ്ങനെ കുറെ സാധനങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ ഇതിന്റെ ഓരോന്നിന്റെയും ഇടയിൽ ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? അത് വളരെ വീക്ക് ആയിട്ടുള്ള ഫോഴ്സ് ആയതുകൊണ്ടാണ്. പിന്നെ മാഗ്നറ്റിക് ഫോഴ്സും പറഞ്ഞു, പിന്നെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സും പറഞ്ഞു. അപ്പോ ഭൂമിയിലും വൃക്ഷത്തിൽ നിന്ന് വീഴുന്ന ആപ്പിൾ പോലുള്ള രണ്ട് ഭാരങ്ങളുടെ വസ്തുക്കളുടെ ഇടയിൽ ഉണ്ടാവുന്ന ആകർഷണ ബലം, പിന്നെ നമ്മുടെ കാന്തവസ്തുക്കളിനിടയിൽ ഉണ്ടാകുന്ന ആകർഷണം അല്ലെങ്കിൽ വികർഷണം, റിപ്പൽഷൻ എന്ന് പറയുന്നത് വികർഷണം. മറ്റേ മിന്നലിന്റെ ഒക്കെ ചാർജ് എന്നൊക്കെ പറയുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആണ്. കാരണം അത് പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും ഒക്കെയാണ് ഉണ്ടാവുന്നത്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന്
കുറച്ച് ക്വസ്റ്റ്യൻസ്. നോട്ട്സ് ഒക്കെ ഗ്രൂപ്പിലേക്ക് വരും കേട്ടോ. മാസ് എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റിന്റെ വെയിറ്റ് അല്ല. അവിടെയാണ് നിങ്ങൾക്ക് അടുത്ത കൺഫ്യൂഷൻ. വെയിറ്റും മാസും തുല്യമല്ല. അത് നിങ്ങൾ ഇനി അടുത്ത ഒരു ഇതിൽ പഠിക്കും. കാരണം അത് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. വെയിറ്റ് എന്ന് പറയുന്നത് ഒരു ഫോഴ്സ് ആണ്. നമ്മളുടെ ശരീരത്തിന്റെ എർത്ത് അട്രാക്ട് ചെയ്യുന്ന ആ ഫോഴ്സിനെയാണ് വെയിറ്റ് എന്ന് പറയുന്നത്. വെയിറ്റ് മാറിക്കൊണ്ടിരിക്കും. അറിയോ നിങ്ങൾക്ക്? ഭൂമി നിങ്ങൾ എവിടെയാണോ നിൽക്കുന്നത് അതിനനുസരിച്ച് വെയിറ്റ് ചേഞ്ച് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ മാസ് എന്ന് പറയുന്നത് നിങ്ങളുടെ മൊത്തത്തിലുള്ള ഫ്ലഷും ബോൺസും ബ്ലഡും എല്ലാം കൂടി ചേരുന്ന ആ ഒരു മൊത്തം മാറ്റർ ആണ് മാസ്. അത് എവിടെ പോയാലും സെയിം ആയിരിക്കും. മനസ്സിലായോ? വെയിറ്റ് എന്ന് പറയുന്നത് നിങ്ങളിപ്പോ ഇവിടെ ഭൂമിയുടെ എർത്തിന്റെ സർഫസിൽ നിന്ന് നിങ്ങൾ വെയിറ്റ് നോക്കിയാലും ഒരു 10 നില കെട്ടിടത്തിന്റെ മുകളിൽ പോയി നിന്ന് വെയിറ്റ് നോക്കിയാലും ചെറിയ മാറ്റം ഉണ്ടാവും. അതൊക്കെ എന്താണെന്ന് നമുക്ക് പിന്നെ പഠിക്കാം കേട്ടോ. പക്ഷെ ഇതൊന്ന് മനസ്സിലാക്കുക, വെയിറ്റും മാസും ഒരേ സാധനം അല്ല, ചെറിയ വ്യത്യാസമുണ്ട്. വെയിറ്റ് എന്ന് പറയുന്നത് ഒരു ഫോഴ്സ് ആണ്. നമ്മുടെ എർത്തിന്റെ ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന ഒരു സാധനമാണ് വെയിറ്റ്. അല്ലെങ്കിൽ ഒരു വസ്തുവിനെ നമ്മുടെ എർത്തിലേക്ക് അട്രാക്ട് ചെയ്യുന്ന ആ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെയാണ് വെയിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. അപ്പോ ഇത്രയും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഈ ക്വസ്റ്റ്യൻസിൽ എന്താണ്? വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഫോഴ്സസ് ഓൾവേസ് ഒപ്പോസസ് മോഷൻ? മോഷനെ തടയുന്നത് ഇതിലേതാണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണോ, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആണോ, മസ്കുലാർ ഫോഴ്സ് ആണോ, ഫ്രിക്ഷൻ ആണോ, ഘർഷണ ബലമാണോ, പേശി ബലമാണോ, ഈ ഇലക്ട്രോസ്റ്റാറ്റിക് ബലമാണോ, ഗുരുത്വ ബലമാണോ? ഇതുപോലെയൊന്നല്ല ക്വസ്റ്റ്യൻസ് വരിക. നിങ്ങളോട് ഞാൻ പറഞ്ഞു ഈ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ്, പാറ്റേൺ എങ്ങനെയാണെന്ന് സംശയമുള്ള ആൾക്കാർ എന്ത് ചെയ്യണം? വീഡിയോ പോയി കാണണം. എല്ലാതും വ്യക്തമായി പറയുന്നുണ്ട്. നമുക്കിപ്പോ വീണ്ടും ഇത് പറയാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ സമയം പോകും. അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ എല്ലാവരും പറഞ്ഞ ഉത്തരം കറക്റ്റ് ആണ്. ഫ്രിക്ഷൻ ഫ്രിക്ഷൻ ആണ് കേട്ടോ. എന്ത്? ഒരു വസ്തുവിന്റെ ചലനത്തെ എതിർക്കുന്ന ഫോഴ്സ്, എതിർക്കുന്ന ബലമാണ് ഫ്രിക്ഷൻ. ബാക്കി എല്ലാ ബലങ്ങളും ചലനത്തിന് ഡയറക്ഷൻ അല്ലെങ്കിൽ ചലിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷെ ഫ്രിക്ഷൻ മാത്രമാണ് എന്ത് ചെയ്യുന്നത്? ഒപ്പോസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ എതിർക്കാൻ വേണ്ടിയിട്ടുള്ള ഫോഴ്സ്. അപ്പൊ എല്ലാവരും മനസ്സിലാക്കിയത് വെരി ഗുഡ്. ഇനി ലീവ്സ് ആൻഡ് ഫ്രൂട്ട്സ് falls to the ground when they get detached from the branch from a plant. Which one of the following forces is acting on it? രണ്ടാമത്തെ, ഇലകളോ അല്ലെങ്കിൽ പഴങ്ങളോ ഒക്കെ അതിന്റെ പ്ലാന്റിൽ നിന്ന് അടർന്നു പോന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് താഴേക്ക് പതിക്കുന്നു. ഏത് ഫോഴ്സ് ആണ് ഈ താഴേക്ക് പതിക്കുന്നതിന്റെ പിന്നില് പ്രവർത്തിക്കുന്നത്? ക്വസ്റ്റ്യൻസ് മലയാളം ഇടാം. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. കറക്റ്റ് ആണ്. എല്ലാവരും പറഞ്ഞത് ശരിയാണ്. ഗുരുത്വ ബലമാണ് അവിടെ സംഭവിക്കുന്നത്. ഓക്കെ ആണല്ലോ? ഗുരുത്വ ബലമാണ് അവിടെ സംഭവിച്ചത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് വളരെ ഈസി ആയി ഇതുവരെ പഠിച്ചതിൽ വെച്ചിട്ട് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇട്ടതാണ്. നമുക്ക് ക്വസ്റ്റ്യൻസ് ഇതിന്റെ ഇടയിൽ ഡിസ്കസ് ചെയ്ത് പോണതായിരിക്കും ബെറ്റർ. അല്ലെങ്കിൽ നമുക്ക് അവസാനിക്കുമ്പോൾ ഇത് നിന്ന് കഴിഞ്ഞാൽ പിന്നെ സമയമില്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ അത് സി ആണ്. ഇനി ഇതാക്കിയ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഇതില് കോണ്ടാക്ട് ഫോഴ്സ്, സ്പർശബലം ഏതാണ്? മാഗ്നറ്റിക് ഫോഴ്സ്, മസ്കുലാർ ഫോഴ്സ്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഈ പറഞ്ഞ നാലെണ്ണത്തിലും ഈ കോണ്ടാക്ട് ഫോഴ്സിന് ഒരു എക്സാമ്പിൾ ഏതാണ്? കോണ്ടാക്ട് ഫോഴ്സിന് ഒരു എക്സാമ്പിൾ ഏതാണ്? നിങ്ങൾ ആൻസർ ടൈപ്പ് ചെയ്തിട്ട് കേട്ടോ. നിങ്ങൾ സി ഡി എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഏത് ക്വസ്റ്റ്യന്റെ ആൻസർ പറയണെന്ന് എനിക്ക് മനസ്സിലാവില്ല ക്ലിയർ ആയിട്ട്. മസ്കുലാർ ഫോഴ്സ് ആണ്, കറക്റ്റ് ആണ്. അപ്പൊ അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. മസ്കുലാർ ഫോഴ്സും ഫ്രിക്ഷനും ആണ് കോണ്ടാക്ട് ഫോഴ്സ്. ഫ്രിക്ഷൻ എന്ന് പറയുന്ന സാധനം കോണ്ടാക്ട് ഇല്ലാണ്ട് ആക്ട് ചെയ്യില്ല കേട്ടോ. കോണ്ടാക്ട് ഉണ്ടെങ്കിൽ മാത്രമേ ആക്ട് ചെയ്യുള്ളൂ. ഇനി ഓക്കെ, അപ്പോ അത്രയും കഴിഞ്ഞു. ഇനി ഏതാണ്? വാട്ട് ഈസ് എ ഫോഴ്സ്? അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു തള്ളലോ അല്ലെങ്കിൽ വലിക്കലോ ആണ്. വൺ ഒബ്ജക്ട് എക്സേർട്ടഡ് ഓൺ അതർ. രണ്ട് ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഫോഴ്സ് ആക്ട് ചെയ്യുള്ളൂ. നിങ്ങൾ വെറുതെ നിന്നിട്ട് ഇങ്ങനെ വലിക്കണ പോലെ ഭയങ്കര ഫോഴ്സ് വെറുതെ ഇങ്ങനെ കാണിച്ചാലൊന്നും അവിടെ ഫോഴ്സ് ഇല്ല. രണ്ട് ഒബ്ജക്റ്റുകൾ തമ്മിൽ ആക്ട് ചെയ്യുമ്പോഴാണ് ഫോഴ്സ് വരുന്നത്. ഓക്കെ,
രണ്ട് ഒബ്ജക്റ്റുകളാണ് ആക്ട് ചെയ്താലാണ് ഫോഴ്സ് ഉണ്ടാകുന്നത്. അപ്പൊ അതാണ് ഫോഴ്സ് ഈസ് എ പുഷ് ഓർ പുൾ എക്സേർട്ടഡ് ഓൺ വൺ ഒബ്ജക്ട് ഓൺ അനദർ. അപ്പൊ ഇന്ററാക്ഷൻ ഉണ്ടെങ്കിലേ ഫോഴ്സ് ഉണ്ടാവുകയുള്ളൂ. എന്താണ്? സ്ട്രെങ്ത് ഓഫ് എ ഫോഴ്സ് ഈസ് യൂഷ്വലി എക്സ്പ്രസ്ഡ് ബൈ. ഇനി ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം. ഫോഴ്സിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? യൂണിറ്റ് ഓഫ് ഫോഴ്സ് ന്യൂട്ടൺ. എന്താണ്? അപ്പൊ ന്യൂട്ടൺ ഇത് കണ്ടുപിടിച്ച ആളല്ലേ, അത് തന്നെയാണ് ഇതിന്റെ ഫോഴ്സ് യൂണിറ്റ് കേട്ടോ. യൂണിറ്റ് ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത് ന്യൂട്ടൺ ആണ്. അപ്പൊ നിങ്ങൾ ഒരു ഫോഴ്സ് നിങ്ങൾക്ക് കാണിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അത് 5 ന്യൂട്ടൺ, 10 ന്യൂട്ടൺ അല്ലെങ്കിൽ 20 ന്യൂട്ടൺ ഇങ്ങനെയായിരിക്കും ഫോഴ്സിനെ റെപ്രസെന്റ് ചെയ്യുക. ഓക്കെ, അപ്പോ ഇത് 5 ന്യൂട്ടൺ, 10 ന്യൂട്ടൺ, 20 ന്യൂട്ടൺ, ഇതില് ഏറ്റവും ശക്തി കൂടുതൽ ഏത് ഫോഴ്സിനായിരിക്കും? ഏത് ഫോഴ്സിനായിരിക്കും ശക്തി കൂടുതൽ? ഏത് ഫോഴ്സിനാണ്? 10 ആണോ, 5 ആണോ, 20 ആണോ? സിമ്പൽ N ആണ് സിമ്പൽ. ഏത് ഫോഴ്സിനാ ശക്തി കൂടുതൽ ഉണ്ടാവുക? 20. അപ്പൊ ഈ വാല്യൂസിനെയാണ് മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഇതിന്റെ ഈ വാല്യൂ, തോത് എന്നൊക്കെയാണ് അതിന്റെ മലയാളം വരുന്നത്. ഈ വാല്യൂ അതാണ് മാഗ്നിറ്റ്യൂഡ്. എന്തുകൊണ്ടാണ് അത് അങ്ങനെ സെപ്പറേറ്റ് പറയുന്നത് എന്ന് വെച്ചാല് ഫോഴ്സിന് ഡയറക്ഷനും കൂടി ഉണ്ട്. ഫോഴ്സ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. എന്താണ് വെക്റ്റർ ക്വാണ്ടിറ്റി? ഒരു വളരെ ചെറിയ ഒരു ഉദാഹരണത്തിൽ നിങ്ങൾക്ക് ഞാനിത് പറഞ്ഞു തരാം. നിങ്ങൾ ശ്രദ്ധിച്ചൊന്നിരിക്കണം. വളരെ ഒരു സിമ്പിൾ ഒരു എക്സാമ്പിളില് നിങ്ങളുടെ ഒരു ബെഞ്ച് നിങ്ങൾ ഇത് ഇവിടെ നിന്ന് തള്ളുകയാണ്. ഒരു 10 ന്യൂട്ടൺ ബലം പ്രയോഗിച്ച് നിങ്ങൾ ഇത് ഇവിടെ നിന്ന് തള്ളുന്നു. നിങ്ങളുടെ കൂട്ടുകാരി ഇപ്പുറത്തുനിന്ന് സെയിം 10 ന്യൂട്ടൺ ബലമായിട്ട് ഇത് തള്ളുന്നു. നിങ്ങൾ ആലോചിക്കുമ്പോൾ 10 ന്യൂട്ടൺ ഒരു സൈഡിൽ നിന്ന് 10 ന്യൂട്ടൺ ഇപ്പുറത്തെ സൈഡിൽ നിന്ന്, എന്താണ് അവിടുത്തെ ടോട്ടൽ ഫോഴ്സ്? 10 ന്യൂട്ടൺ ഇപ്പുറത്തുനിന്ന് 10 ന്യൂട്ടൺ അപ്പുറത്തെ സൈഡിൽ നിന്ന്. അവിടെ മൊത്തത്തിലുള്ള ടോട്ടൽ ഫോഴ്സ് എന്താണ്? എത്രയാണ് അവിടുത്തെ ടോട്ടൽ ഫോഴ്സ്? ടോട്ടൽ ഫോഴ്സ് എത്രയാ? 20 ആണോ ടോട്ടൽ ഫോഴ്സ്? ഓക്കെ, ടോട്ടൽ ഫോഴ്സ് 20 ആണെങ്കിൽ അല്ലെങ്കിൽ അവിടെ ഒരു ഫോഴ്സ് ഉണ്ടെങ്കിൽ അത് നീങ്ങണം. അത് നീങ്ങുമോ? രണ്ടുപേര് രണ്ട് സൈഡിൽ നിന്ന്, ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഇങ്ങനെ ഒരേ ഫോഴ്സ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ തള്ളിക്കഴിഞ്ഞാൽ ആ ഒരു ബെഞ്ച് അവിടെ നീങ്ങുമോ? മൂവ് ചെയ്യോ ഇല്ലയോ എന്ന് പറയൂ കേട്ടോ. യെസ് ഓർ നോ? മൂവ് ചെയ്യോ? ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യോ? മൂവ് ചെയ്യില്ല. നിങ്ങൾ തന്നെ ഒന്ന് പോയി തള്ളി നോക്ക്. കൂടുതൽ ബലം ആരാണോ പ്രയോഗിക്കുന്നത് അതേ ഡയറക്ഷനിൽ മൂവ് ചെയ്യില്ല. മൂവ് ചെയ്യില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം അവിടെ ഒരു ഫോഴ്സ് ഇല്ല. ഫോഴ്സ് ഉണ്ടെങ്കിൽ അത് മൂവ് ചെയ്തേനെ. അതായത് രണ്ട് ഡയറക്ഷനിൽ, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഫോഴ്സ് വന്നു കഴിഞ്ഞാൽ ഒരു ഫോഴ്സിനെ പോസിറ്റീവ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുന്ന ഫോഴ്സിനെ നെഗറ്റീവ് ആയിട്ട് കൺസിഡർ ചെയ്യണം. അപ്പൊ ഇത് രണ്ടും കൂടി ടോട്ടൽ എന്ന് പറഞ്ഞാൽ അവിടെ 10 പ്ലസ് -10 0 മനസ്സിലായോ? 10 പ്ലസ് -10 ആണ് അവിടെ കാണേണ്ടത്. 10 പ്ലസ് ഒരു സൈഡ് പോസിറ്റീവ് ആണെങ്കിൽ മറ്റേ സൈഡ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണം. 0 മനസ്സിലായോ? അപ്പൊ അവിടെ 20 അല്ല അവിടുത്തെ ടോട്ടൽ ഫോഴ്സ്, 0 അപ്പൊ എന്ത് നമ്മളിവിടെ കൺസിഡർ ചെയ്തു? ഡയറക്ഷൻ. ഫോഴ്സ് ഏത് ദിശയിലേക്ക് പ്രവർത്തിക്കുന്നു എന്നുള്ളതും കൂടെ കൺസിഡർ ചെയ്തിട്ട് വേണം ഫോഴ്സിന്റെ ഉത്തരം കണ്ടുപിടിക്കാൻ. അങ്ങനത്തെ ക്വാണ്ടിറ്റികളെയാണ് വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. അതിന്റെ വാല്യൂ മാത്രം പോരാ. നമുക്ക് 5, 10, 20 എന്ന് പറയുന്ന വാല്യൂ മാത്രം പോരാ, ഏത് ദിശയിലേക്കും കൂടിയാണെന്ന് അറിഞ്ഞാലാണ് നമുക്ക് കറക്റ്റ് ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റുകയുള്ളൂ. ഇപ്പൊ ഞാൻ ഇവിടെ വെറുതെ കേട്ടാ
ഒരാൾ 2 പേരും കൂടി 10 ഫോഴ്സ് ആക്ട് ചെയ്യണു. ടോട്ടൽ എത്രയാ എന്ന് ചോദിച്ചാൽ നിങ്ങൾ 2 ഫോഴ്സ് 10 ആക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഏത് ഡയറക്ഷനിലേക്കാന്ന് അറിയാണ്ട് എങ്ങനെയാ നമുക്ക് ഫോഴ്സ് കണ്ടുപിടിക്കാൻ പറ്റുക? അല്ലേ? അപ്പൊ നിങ്ങൾ 2 ഫോഴ്സ് 10 + 10 20 എന്ന് കണ്ടുപിടിച്ച ഉത്തരം തെറ്റി. കാരണം ഞാൻ ഉദ്ദേശിച്ച ഇതാണ്. അപ്പൊ ഞാൻ അവിടെ ക്ലിയർ ആയിട്ട് ഏത് ഡയറക്ഷനിലേക്കാണെന്ന് പറയണ്ടേ? അങ്ങനെ ഉണ്ടെങ്കിലാണ്. അപ്പൊ ഡയറക്ഷൻ മെൻഷൻ ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഡയറക്ഷൻ മെൻഷൻ ചെയ്തിട്ടുണ്ട് എങ്കിൽ ഓപ്പോസിറ്റ് ആണെങ്കിൽ ഒരെണ്ണത്തിന് പോസിറ്റീവും മറ്റേതിന് നെഗറ്റീവും ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യണം. എന്നാലാണ് ഫോഴ്സിന്റെ കറക്റ്റ് ഉത്തരം കിട്ടുകയുള്ളൂ. അങ്ങനെയുള്ള ക്വാണ്ടിറ്റികളെയാണ് വെക്റ്റർ എന്ന് പറയുന്നത്. വെക്റ്റർ. ഓക്കെ. അപ്പൊ ഫോഴ്സ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആയത് എന്തുകൊണ്ടാണ്? നമുക്ക് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഫോഴ്സിന്റെ വാല്യൂ മാത്രം പോരാ, ഡയറക്ഷനും വേണം. അപ്പോ അതുകൊണ്ടാണ് പിന്നെ ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നതാണ് സ്ട്രെങ്ത് ഓഫ് എ ഫോഴ്സ്. സ്ട്രെങ്ത് കാണിക്കുക മാഗ്നിറ്റ്യൂഡ് വെച്ചിട്ടാണ്. അതായത് അതിന്റെ വാല്യൂ 5 10 20 40 എത്രയാണോ വാല്യൂ അതാണ് അതിന്റെ സ്ട്രെങ്ത്. ഓക്കെ. അപ്പൊ ഇത്രയും മതി ഇന്നത്തെ ക്ലാസ്സിന്. നമ്മൾ അത്യാവശ്യം കുറെയൊക്കെ പഠിച്ചു. ഇനി അടുത്തൊരു ക്ലാസ്സോട് കൂടി ഈ ചാപ്റ്റർ അവസാനിക്കുന്നതായിരിക്കും. ഓക്കെ. അപ്പൊ നമ്മൾ ഫോഴ്സിന്റെ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും പഠിച്ചു. ഇനി ഫോഴ്സിന് എഫക്റ്റുകൾ ഉണ്ട്. അതായത് ഒരു ഫോഴ്സ് കാരണം ഷേപ്പ് മാറും, ഫോഴ്സ് കാരണം ഒരു സാധനത്തിന്റെ ഡയറക്ഷൻ മാറാം, സ്റ്റേറ്റ് ഓഫ് മോഷൻ മാറാം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംഭവിക്കും ഫോഴ്സ് കാരണം. അതാണ് അടുത്ത നമ്മൾ പഠിക്കേണ്ട എഫക്റ്റ്. ഇതെന്ന് പറയുന്നത് എന്താണ്? ഫോഴ്സ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. ഫോഴ്സിന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഫോഴ്സിന്റെ ടോട്ടൽ ഒക്കെ കണ്ടുപിടിക്കുമ്പോൾ ഫോഴ്സ് ഏത് ദിശയിലേക്കാണ് ആക്ട് ചെയ്യുന്നത് എന്നുള്ളത് കൂടി വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതും കൂടി ഉൾപ്പെടുത്തിയാൽ മാത്രമേ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കിട്ടുള്ളൂ. ഓക്കെ. അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇത്രേ ഉള്ളൂ. അപ്പൊ വേഗം ഹാർട്സ് ഒക്കെ പോന്നോട്ടെ. വേഗം ഹാർട്സ് ഒക്കെ വന്നോട്ടെ. എല്ലാം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി ക്ലിയർ ആവാത്ത എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വീഡിയോ വരുമ്പോൾ നിങ്ങൾ എടുത്ത് നോക്കുക. പിന്നെ ഞാൻ വീണ്ടും പറയുന്നു, ഇനി അടുത്ത ആഴ്ച നമുക്ക് മാത്സ് ആവും. അതും കഴിഞ്ഞിട്ട് അതിന്റെ അടുത്ത ആഴ്ച ഇത് ഒരു എന്നിട്ടാണ് എല്ലാ ഫോഴ്സാ എന്ത് ഫോഴ്സ് എന്നുള്ള രീതിയിൽ വരരുത് ട്ടോ. എല്ലാതും ഒന്ന് എടുത്ത് നോക്കിയിട്ട് തന്നെ വരണം. ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കും. അതാവാലോ. ഞാൻ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഓക്കെ. അപ്പൊ എല്ലാവരും വീഡിയോ ഒക്കെ കണ്ട് കറക്റ്റ് ആയിട്ട് എല്ലാം പഠിച്ചിട്ട് വന്നോളൂ. ഓക്കെ. സോ അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും താങ്ക് യു.